ബഹുമാന്യരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്ത് നിയോഗിക്കുന്നതിന് മുമ്പ് തന്നെ പൂർവകാല ഗ്രന്ഥങ്ങളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന സഹായവും വിജയവും നബിതങ്ങൾ നിമിത്തമായി നബിതങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്ത് നബിതങ്ങളെ ഇടയാളനാക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ലഭിക്കണം എന്ന് അവർ ചിന്തിക്കുകയും അങ്ങനെ അവർ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു എന്നതാണ് ഞാനിപ്പോൾ ഓതിയ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി, ആ യഹൂദികളായ ആളുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള കിതാബ് ഗ്രന്ഥം അവർക്ക് വന്നപ്പോൾ, അഥവാ പരിശുദ്ധ ഖുർആൻ വന്നപ്പോൾ, മുസദ്ദിഖുൽ ലിമാ മഅഹും, അവരുടെ കൂടെയുള്ള തൗറാത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിവെക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. കാരണം എല്ലാം അള്ളാഹുവിൻ്റെ കിതാബുകളാണ്. വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ, എന്നാൽ ആ അഹ്ലി കിതാബായ തൗറാത്ത് അംഗീകരിച്ചിരുന്ന യഹൂദികൾ അവിശ്വാസികളായ മുശ്രിക്കുകൾക്കെതിരെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർ യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ, ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാമിങ്ങളൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. അന്നൽ യഹൂദ മിൻ ഖബ്ലി മബ്അസി മുഹമ്മദിൻ അലൈഹി സ്വലാത്തു വസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെടുന്നതിന് മുമ്പുണ്ടായിരുന്ന യഹൂദികൾ, വനുസൂലിൽ ഖുർആനി, ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന യഹൂദികൾ, കാനൂ യസ്തഫ്തിഹൂന, അവർ അള്ളാഹുവിനോട് വിജയം തേടാറുണ്ടായിരുന്നു. അതായത് യസ്അലൂനൽ ഫത്ഹ വന്നുസ്റത, വിജയവും സഹായവും അള്ളാഹുവിനോട് അവർ ചോദിക്കാറുണ്ടായിരുന്നു. വകാനൂ യഖൂലൂന, അവരുടെ പ്രാർത്ഥനകളിൽ അവർ പറയും, അല്ലാഹുമ്മ ഫ്തഹ അലൈനാ വൻസുർനാ ബിന്നബിയിൽ ഉമ്മി. പിൽക്കാലത്ത് വരുന്ന ഉമ്മിയായ, എഴുത്തും വായനയും ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു സ്കൂളിലും മദ്രസയിലും ഒരു പള്ളിക്കൂടത്തിലും പോയി പഠിക്കാതെ ലോകത്ത് ഏറ്റവും വലിയ വിവരമുള്ള ആളായി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പഠിപ്പിച്ചതനുസരിച്ച് ആ നബി പിൽക്കാലത്ത് വരുന്ന നിരക്ഷരരായ, എഴുത്തും വായനയൊന്നും പഠിക്കാത്ത ഉമ്മിയായ ആ നബി മുഖേന ഞങ്ങൾക്ക് നീ സഹായം തരണേ, ആ നബിയെ ഇടയാളനാക്കി അവർ ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, പൂർവകാലം മുതലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് പറഞ്ഞു വരികയും വിശ്വസിച്ച് വരികയും ചെയ്യുന്ന വിധത്തിൽ അള്ളാഹു നബിതങ്ങൾക്ക് വലിയ സ്ഥാനം നൽകി. അതുകൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മറന്നുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് പഴം പറിച്ചു പോയപ്പോൾ, നമുക്കറിയാം അമ്പിയാക്കളെല്ലാവരും മഅ്സൂമീങ്ങളാണ്, അള്ളാഹു കൽപ്പിച്ചതിനെതിരായി അവരാരും ഒന്നും ചെയ്യുകയില്ല. പക്ഷെ മറതി സംഭവിക്കാമല്ലോ. അങ്ങനെ മറന്നുകൊണ്ട് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഴം പറിച്ചു പോയി. ആ ഒരു കാര്യം അത് മറന്നുകൊണ്ട് ചെയ്തതിനാൽ അത് കുറ്റമാണ്, തെറ്റാണ് എന്ന് പറയാൻ വകുപ്പില്ലെങ്കിലും അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യം അത് മറന്നുപോയി എന്നത് ഒരു വലിയ പാപമായി ഏറ്റെടുത്തുകൊണ്ട് മഹാനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടയാളനാക്കി ദുആ ചെയ്തു എന്ന് ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഉണ്ട്. അതാണ് നമ്മുടെ മഖൂസ് മൗലൂദിൽ വതവസ്സല ബിഹി ആദം നബി അലൈഹിസ്സലാം
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇടയാളനാക്കി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് തന്നെ അള്ളാഹു ഏറ്റവും പ്രിയം വെച്ച ഒരു നേതാവായി ഇങ്ങനെ ഒരു മഹൽ വ്യക്തിത്വം വരുന്നു എന്നത് എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതും അങ്ങനെ പറഞ്ഞ് പുകഴ്ത്തി ബഹുമാനിച്ചു വന്നിട്ടുള്ളതുമാണ്. ധാരാളം തെളിവുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണാം. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഖുർആൻ പറയാണ്, വലമ്മാ ജാഅഹും റസൂലുൻ മിൻ ഇൻദില്ലാഹി കഫറൂ ബിഹി. അങ്ങനെ അള്ളാഹുവിങ്കൽ നിന്ന് ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് വന്നപ്പോൾ, അവർക്ക് നേരത്തെ പരിചയമുള്ള ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കിതാബുകളിൽ നിന്നൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ നബി ഇടയാളനാക്കി അവർ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെയുള്ള കക്ഷികൾ അവർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാരീരിക ലോകത്ത് വന്ന് പ്രബോധന പ്രവർത്തനം നടത്തിയപ്പോൾ കഫറൂ ബിഹി, അവർ നബി തങ്ങളെ കൊണ്ട് അവിശ്വസിച്ചു ആ ജൂതന്മാർ. ഫലഅനത്തുല്ലാഹി അലൽ കാഫിരീൻ, ആ അവിശ്വാസികൾ അവർക്ക് അള്ളാഹുവിൻ്റെ ലഅനത്തുണ്ട് എന്ന് ആ ജൂതന്മാരെ സംബന്ധിച്ച് ഖുർആൻ പറയുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിൻ്റെ എത്രയോ മുമ്പ് തന്നെ അവിടുത്തെ സംബന്ധിച്ച് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇമാം അബുൽ ലൈത്ത് സമർഖന്ദി റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് എടുത്തുദ്ധരിച്ച ഒരു ചരിത്രം കാണാം. ഷാമിലുണ്ടായിരുന്ന ഒരു യഹൂദി, അദ്ദേഹം തൗറാത്ത് എടുത്ത് വായിച്ചു. ശനിയാഴ്ച ദിവസം അവർക്കൊരു പുണ്യദിനമാണ്. നമുക്ക് വെള്ളിയാഴ്ച ദിവസം വലിയ പുണ്യദിനമാണ്. അന്ന് ഖുർആൻ ഓതുന്നതിന്, അന്ന് അൽ കഹ്ഫ് ഓതുന്നതിന്, അന്ന് സദഖ ചെയ്യുന്നതിന്, അന്ന് സൽക്കർമ്മം ചെയ്യുന്നതിന് വലിയ പ്രത്യേകതയുണ്ട്. സാധാരണ ദിവസം പോലെയല്ല വെള്ളിയാഴ്ച. അതേസമയത്ത് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുണ്യദിനമായി അവർ തിരഞ്ഞെടുത്തിരുന്നത് ശനിയാഴ്ചയാണ്. അവർക്ക് നേരത്തെ വെള്ളിയാഴ്ച തിരഞ്ഞെടുക്കാമായിരുന്നു, പക്ഷേ അവർക്കതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അതേപോലെ നസ്രാനികൾ ഞായറാഴ്ചയാണ് തിരഞ്ഞെടുത്തത്. അവർക്കും വെള്ളിയാഴ്ച തിരഞ്ഞെടുക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു, അവർക്കതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ആ ഭാഗ്യം ലഭിച്ചത് ഈ ഉമ്മത്തിനാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നമ്മൾ പിന്നീട് വന്ന ആളാണെങ്കിലും നമ്മളുടെ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം യഹൂദികൾക്കും അതിൻ്റെ പിറ്റേ ദിവസം നസറാനികൾക്കും അങ്ങനെയാണ് പുണ്യദിനമായി കരുതപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളാണ്. അല്ലാഹു തആല നമുക്ക് ചെയ്തൊരു അനുഗ്രഹമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ ശനിയാഴ്ച ദിവസം അദ്ദേഹം തൗറാത്ത് മറിച്ചു നോക്കി ഒരു ദിവസം. അപ്പോൾ അവിടെ 4 സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങൾ പറഞ്ഞതായി കണ്ടു. അത് അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, തങ്ങളുടെ അനുയായികളോട് ഏറ്റവും വലിയ ശത്രുത വെക്കുന്ന വിഭാഗമാണ് യഹൂദികൾ. അദ്ദേഹം തന്നെ പറയാണ്, ഞാനത് 4 സ്ഥലത്ത് ഞാനത് കണ്ടപ്പോൾ ഫഖതഅഹാ വഹറഖഹാ, അതിനെ അദ്ദേഹം കീറിക്കളഞ്ഞു, എന്നിട്ട് കരിച്ചു കളഞ്ഞു. അങ്ങനെ അടുത്ത ശനിയാഴ്ച അദ്ദേഹം വീണ്ടും തൗറാത്ത് മറിച്ചു. അപ്പോൾ അദ്ദേഹം തൗറാത്തിൽ 8 സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള വിവരണം കണ്ടു. അപ്പോൾ അദ്ദേഹം ഒന്നുകൂടി ചൂടായി, അതും അദ്ദേഹം കീറിക്കളഞ്ഞു, അതേപോലെ കരിച്ചു കളഞ്ഞു. പിന്നെ 3-ാമത്തെ ശനിയാഴ്ച അദ്ദേഹം തൗറാത്ത് മറിച്ചു. അപ്പോൾ 12 സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുന്നതായി കണ്ടു. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഞാനിനി ഇതും കീറിയാൽ, ഞാൻ പിന്നീട് തൗറാത്ത് മറിച്ചു നോക്കിയാൽ തീർത്തും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ ആയി പോകുമോ എന്ന് അദ്ദേഹം പറഞ്ഞുപോയി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആൾക്കാരോട് പോയി ചോദിച്ചു, ആരാണ് ഈ മുഹമ്മദ്? ഇങ്ങനൊരു മുഹമ്മദിനെ പരിചയപ്പെടുന്നുണ്ടല്ലോ തൗറാത്തിൽ, ആരാണ് ഈ മുഹമ്മദ്? അപ്പോൾ യഹൂദികളിലെ നേതാക്കളൊക്കെ പറഞ്ഞു കൊടുത്തു, കദ്ദാബുൻ ഖൈറുൽ ലക അല്ലാ തറാഹു വലാ യറാക്. അദ്ദേഹം ശുദ്ധമായ കളവ് പറയുന്ന ഒരാളാണ്. നീ അദ്ദേഹത്തെ കാണാതിരിക്കുകയും നിന്നെ അദ്ദേഹം കാണാതിരിക്കുകയും ചെയ്യുന്നതാണ് നിനക്ക് ഉത്തമം. സുബ്ഹാനല്ലാഹ്.
പച്ചക്കള്ളം അവർ പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു കളവ് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അങ്ങനെ കളവ് പറയുമെന്ന ഒരു ധാരണ പോലും, ഏതെങ്കിലും ഒരു കാലത്തൊരു കളവ് പറയുമെന്ന ധാരണ പോലും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ കുട്ടിക്കാലം മുതലേ കഴിച്ചുകൂട്ടിയ നബി തങ്ങളുടെ കഠിന ശത്രുവായിരുന്ന അബൂ സുഫിയാൻ പറഞ്ഞത്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പിന്നെ ആ പറച്ചിലൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നത്. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് കിട്ടിയ മറുപടി അതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബിഹഖി തൗറാത്തി മൂസാ നബി അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ട തൗറാത്ത് എന്ന ഗ്രന്ഥത്തെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് പറയുന്നു, ലാ തംനഉനി മിൻ സിയാറത്തി, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് വിസിറ്റ് ചെയ്യണം, അതിന് നിങ്ങൾ തടയാൻ പാടില്ല. ഫഅദിനു ലഹു, അപ്പം ഞങ്ങൾക്ക് നിർബന്ധമാണ് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വാഹനപ്പുറത്ത് കയറി അങ്ങനെ രാത്രിയും പകലുമൊക്കെ അദ്ദേഹം യാത്ര ചെയ്ത് മദീനയുടെ സമീപത്തെത്തിയപ്പോൾ ആദ്യമായി അദ്ദേഹത്തെ എതിരേൽക്കുന്നത് സൽമാൻ റളിയല്ലാഹു അൻഹു ആണ്. സൽമാൻ റളിയല്ലാഹു അൻഹു നല്ല ഭംഗിയുള്ള ആളാണ്. അദ്ദേഹം പെട്ടെന്ന് വിചാരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നല്ല ഭംഗിയുള്ള ആളാണെന്നും നബി തങ്ങളുടെ ശാരീരികമായ പ്രത്യേകതകളുമൊക്കെ തൗറാത്തിലുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് വിചാരിച്ചു ഇതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് വിചാരിച്ചു. വാസ്തവത്തിൽ അതിൻ്റെ 3 ദിവസം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയിരുന്നു. അപ്പോൾ അദ്ദേഹം ആ നിലയ്ക്ക് സൽമാൻ റളിയല്ലാഹു അൻഹുവിനോട് പെരുമാറിയപ്പോൾ ഫബകാ സൽമാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. എന്നിട്ട് പറഞ്ഞു, ഞാനല്ല മുഹമ്മദ് നബി, അന അബ്ദുഹു, ഞാൻ മുഹമ്മദ് നബിയുടെ ഒരു അടിമയാണ്, ഭൃത്യനാണ്, ഞാനൊരടിമയാണ്. നമ്മൾ സാധാരണയായി സറഫൽ അനാമ ചൊല്ലുമ്പോൾ അബ്ദുക്കൽ മിസ്കീനു യർജു ഫളകൽ ജമ്മൽ ഗഫീറു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങയുടെ അടിമയാണ് ഞാൻ എന്ന് പറയാറുണ്ട്. അതേ, താഴ്മയുടെ വാക്കാണ്. അന അബ്ദുഹു, ഞാൻ അടിമയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഐന ഹുവ, ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ്? അപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആലോചിച്ചു, ഞാനിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹം തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ നബി തങ്ങൾ ഇപ്പോഴും ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞാലോ ഞാൻ കളവ് പറഞ്ഞവനായി പോവുകയും ചെയ്യും. അപ്പം ഞാൻ 2 മറുപടിയും പറയാതെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, തഅൽ മഈ ഹത്താ തദ്ഖുല അലാ അസ്ഹാബിഹി, നിങ്ങൾ എൻ്റെ കൂടെ വരൂ, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിഷ്യന്മാരെ നമുക്ക് പോയി കാണാം. അങ്ങനെ അദ്ദേഹം എൻ്റെ കൂടെ വന്നു. അങ്ങനെ പള്ളിയിൽ കയറിയപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളൊക്കെ 3 ദിവസം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനുള്ള ദുഃഖത്തോടുകൂടി അവിടെ കൂടുകയാണ്. യഹൂദി കയറി വന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന നിലക്ക് അദ്ദേഹം കയറി വന്ന ഉടനെ ഒരൊറ്റ സലാം ചൊല്ലാണ്, അസ്സലാമു അലൈക യാ മുഹമ്മദ്, ഓ മുഹമ്മദേ അസ്സലാമു അലൈക എന്ന് സലാം ചൊല്ലി. അദ്ദേഹത്തിൻ്റെ ധാരണ ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടെന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സഹാബികൾ മുഴുവനും പള്ളിയിൽ വെച്ച് എല്ലാവരും വിങ്ങിപ്പൊട്ടി കരഞ്ഞുപോയി. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ അതിരറ്റ് സ്നേഹിച്ചവരാണല്ലോ അവിടുത്തെ സഹാബത്ത്. ആ സഹാബത്തിൻ്റെ സ്നേഹം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സ്നേഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് ഉറ്റി വീഴുന്ന വെള്ളം വദുവെടുക്കുന്ന സമയത്ത് നിലത്ത് വീഴാൻ അനുവദിക്കാതെ കാദു യഖ്തതിലൂന അലാ വദൂഇ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ലഭ്യമാകാൻ വേണ്ടി അവർ ഉന്തും തിരക്കും കൂട്ടി ചണ്ട കൂടാൻ അടുത്താകാറുണ്ടെന്നാണ് ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിലുള്ളത്. കിട്ടുന്നവരൊക്കെ അത് തൊട്ട് പുരട്ടും. ഇനി ആർക്കെങ്കിലും ഡയറക്റ്റ് കിട്ടിയില്ലെങ്കിൽ യഖുദു മിൻ ബലലി അഖൈഹി, കിട്ടിയവന്റെ കയ്യിൽ നിന്ന് തൊട്ട് പുരട്ടും. ആ വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കുകയും നബി തങ്ങളെ കൊണ്ട് ബറക്കത്തെടുക്കുകയും ചെയ്തവരാണ് സഹാബത്ത്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് വിളിച്ചുകൊണ്ട് അദ്ദേഹം സലാം പറഞ്ഞപ്പോൾ പള്ളി മുഴുവനും കരച്ചിലായിപ്പോയി. അദ്ദേഹത്തോട് അവർ ചോദിച്ചു, ഞങ്ങളുടെ മുറിവ് വീണ്ടും നീ
മുറിപ്പെടുത്തിയല്ലോ. നീ നാട്ടുകാരനല്ലേ, എന്താണ് നീ ഇങ്ങനെ ചെയ്യാൻ കാരണം? അപ്പോൾ അമാ അലിംത അന്നഹു മാത മുൻ സലാസതി അയ്യാം, 3 ദിവസം മുമ്പ് അവിടുന്ന് വഫാത്തായ വിവരം നീ അറിയില്ലേ? അത് കേട്ടപ്പോൾ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് തൗറാത്തിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് അവിടുത്തെ സ്നേഹിച്ചുകൊണ്ട് കാണാൻ വേണ്ടി വന്ന ആ യഹൂദി ഉറക്കെ അങ്ങ് നിലവിളിച്ചു, ഫസാഹ വഖാല വഹസ്നാ, എൻ്റെ ദുഃഖം, വാദിയ സഫരി, എൻ്റെ യാത്ര പാഴായല്ലോ, യാ ലൈത ഉമ്മീ ലം തലിദിനി, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലെങ്കിൽ തരക്കേടില്ലായിരുന്നു, വലൈതഹാ വലദത്തിനി വലം അഖ്റഇ തൗറാ, അവർ എന്നെ പ്രസവിച്ച സ്ഥിതിക്ക് ഞാൻ തൗറാത്ത് വായിച്ചില്ലെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. വൈദാ ഖറഅതുഹാ ലം അജിദ് നഅതഹു, അതേ തൗറാത്ത് വായിച്ച ഞാൻ നബിയുടെ സവിശേഷതകൾ തൗറാത്തിൽ കണ്ടില്ലെങ്കിൽ തരക്കേടില്ലായിരുന്നു. വൈദാ വജത്തുഹു ലൈതനീ റഅയ്തുഹു, അവിടുത്തെ മഹത്വവും സവിശേഷതയുമൊക്കെ തൗറാത്തിൽ കണ്ട സ്ഥിതിക്ക് എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ തരക്കേടില്ലായിരുന്നു. അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടിങ്ങനെ കരയുകയാണ്. പിന്നീട് അദ്ദേഹം ചോദിച്ചു, അലിയുൻ ഹുനാ യസിഫു ലി നഅതഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിശേഷതകൾ എനിക്കൊന്ന് വിവരിച്ചു തരാൻ ഈ കൂട്ടത്തിൽ അലി ഉണ്ടോ എന്നൊരു ചോദ്യം ആ യഹൂദി ചോദിച്ചു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ സംബന്ധിച്ചും ആ യഹൂദി തൗറാത്ത് വായിച്ച് പഠിച്ചിട്ടുണ്ട്. സഹാബത്തിനെ സംബന്ധിച്ച് തൗറാത്തിൽ വിവരിച്ചിട്ടുണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം, ആ വലിയ മഹത്വം ലഭിച്ച നബി തങ്ങളുടെ കൂടെ ഒരു മിനിറ്റെങ്കിലും ഈമാനോടുകൂടെ ഒരുമിച്ച് കൂടിയവരാണ് സഹാബികൾ എന്ന് പറയുന്നത്. ഈമാനില്ലാതെ ഒരുമിച്ച് കൂടിയവർ സഹാബികൾ ആവുകയില്ല. മഹാന്മാരായ പണ്ഡിതന്മാർക്കിടയിൽ ഒരു വലിയ ചർച്ചയുണ്ട്. നജാശി രാജാവ് എന്ന് പറയുന്ന ഹബസീനിയയിലെ രാജാവ്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലുണ്ടായിരുന്ന സമയത്ത് മക്കയിൽ ജീവിക്കാൻ അനുവദിക്കാതെ ബുദ്ധിമുട്ടിച്ചപ്പോൾ അവിടുത്തെ അനുയായികൾ പലരും ഹബശയിലേക്ക് ഹിജറ പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ അവരെ സ്വീകരിക്കരുതെന്നും അവരെ ദ്രോഹിക്കണമെന്നും മക്കയിലെ മുശ്രിക്കുകൾ കിണഞ്ഞ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പഠിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സഹാബത്തിന് ഗംഭീരമായ സ്വീകരണം നൽകുകയും വളരെ മാന്യമായ രൂപത്തിൽ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്ത രാജാവാണ് നജാശി രാജാവ്. ആ നജാശി രാജാവിൻ്റെ നാട്ടുകാർ ക്രൈസ്തവരായിരുന്നുവെങ്കിലും നജാശി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരാണ്. അദ്ദേഹത്തിൻ്റെ പേര് അസ്ഹിമ എന്നാണ്. ആ അസ്ഹിമ എന്ന് പറയുന്ന നജാശി രാജാവ് അദ്ദേഹം മുസ്ലിമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ച് അശ്ഹദു അന്നഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, അശ്ഹദു അന്നക റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ച ആളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തത്വം അദ്ദേഹം നേരത്തെ തന്നെ അംഗീകരിച്ച ആളാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിച്ച പരിപൂർണ മുസ്ലിമായ ഒരു വ്യക്തിയാണ് നജാശി രാജാവ്. ആ നജാശി രാജാവ് വഫാത്തായപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോട് പറഞ്ഞു, റജുലുൻ സാലിഹുൻ, ഒരു നല്ല മനുഷ്യൻ വഫാത്തായിട്ടുണ്ട്, സാലിഹായ ഒരു മഹാൻ വഫാത്തായിപ്പെട്ടുണ്ട്. അതേ, ഖദ് മാത അബ്ദുൻ സാലിഹുൻ, ഒരു സാലിഹായ മനുഷ്യൻ വ്യക്തി വഫാത്തായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് സഹാബത്തിലേക്ക് കൂട്ടി പോയിട്ട് നജാശി രാജാവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറഞ്ഞ മയ്യിത്ത് നിസ്കരിച്ചു.
അങ്ങനെ മറഞ്ഞ മയ്യിത്ത് നിസ്കരിച്ച് കാരണം കൊണ്ടാണ് ശാഫഈ മദ്ഹബിൽ മറഞ്ഞ മയ്യിത്ത് നിസ്കരിക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല എന്ന നിയമം ഉണ്ടായത് ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. സുഹൃത്തുക്കളെ, എന്നാൽ മറ്റ് ചില മദ്ഹബുകളിൽ നജാശി രാജാവിന്റെ മയ്യിത്ത് നിസ്കരിച്ചതിൻ്റെ പേരിൽ അവർ അതിന് തെളിവിന് ഉപയോഗപ്പെടുത്തുന്നില്ല. കാരണം അവരുടെ വാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള കാഴ്ച സാധാരണ കാഴ്ചയല്ലല്ലോ, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നജാശി രാജാവിന്റെ മയ്യിത്ത് അല്ലാഹു തആല ഒരു കട്ടിലിന്റെ മേലെ ഉയർത്തി അവിടെ നിന്നുകൊണ്ട് ശരിക്കും നജാശി രാജാവിന്റെ മയ്യിത്ത് കണ്ടുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചത്. അതുകൊണ്ട് മറഞ്ഞ മയ്യിത്ത് എന്ന് പറയാൻ പറ്റില്ല എന്നാണ് വേറെ ചില ഇമാമുകളുടെ വിശദീകരണം. പക്ഷേ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ പറഞ്ഞു, നബിതങ്ങളാണല്ലോ അങ്ങനെ മുഅ്ജിസത്ത് കൊണ്ട് നേരിൽ കണ്ടുകൊണ്ട് നിസ്കരിച്ചത്. എന്നാൽ നബിതങ്ങളെ പിന്നിൽ തുടർന്ന് നിസ്കരിച്ച സഹാബികളൊന്നും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ കാണാതെ തന്നെ അവർ മറഞ്ഞ മയ്യിത്താണല്ലോ നിസ്കരിച്ചത്, അതുകൊണ്ട് മറഞ്ഞ മയ്യിത്ത് നിസ്കരിക്കാം എന്നതിനാ ഹദീസ് തെളിവാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ വിശദീകരിച്ചതായി കാണാം. ഏതായിരുന്നാലും ശരി, നജാശി രാജാവിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിലുള്ള ചർച്ച എന്താണ്? അതെ, ഹാഫിദുദ്ദഹബി അദ്ദേഹത്തിന്റെ സീറു അലാമിൻ നബലയിൽ പറഞ്ഞത് കാണാം. അദ്ദേഹം സഹാബിയാണെന്ന് ചിലർ പറയുന്നു, ചിലർ സഹാബിയല്ല താബിഈയിൽപ്പെട്ട ആളാണെന്ന് പറയുന്നു. ആ നജാശി രാജാവ് മരണത്തിന് ശേഷവും വലിയ കറാമത്തുണ്ടായിരുന്ന വലിയ മഹാനായ വലിയാണ്, താബിഈയാണ്. അവിടുത്തെ ഖബറിന്റെ മേലെ മരണത്തിന് ശേഷവും പ്രകാശം കണ്ടുകൊണ്ടിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അവിടുന്ന് മുസ്ലിമായിരുന്നു എന്നതിൽ ആർക്കും തർക്കം ഇല്ല. ഈ അടുത്ത് ഏതോ ഒരു ജാഹിലി, സുബ്ഹാനല്ലാഹ്, ഏതോ ഒരു അമുസ്ലിം സഹോദരൻ കുറച്ച് ആളുകളെ കൂട്ടിയിട്ട് മയ്യിത്ത് നിസ്കരിക്കുന്ന ഒരു ചിത്രം വാട്സപ്പിലൊക്കെ പ്രചരിപ്പിക്കപ്പെടുകയുണ്ടായി. ആ വിവരമില്ലാത്തവൻ അവരോട് പറഞ്ഞു കൊടുത്തത് നജാശി രാജാവ് അമുസ്ലിമായിരുന്നു, അദ്ദേഹത്തിന് നബിതങ്ങൾ നിസ്കരിച്ചു എന്നാണ്. അത് ശുദ്ധമായ കളമാണ്. നജാശി രാജാവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുൻ സാലിഹുൻ, സാലിഹീങ്ങളിൽപ്പെട്ട ഒരു മഹാനായ അടിമ എന്നാണ് പറഞ്ഞത് എന്നതും അദ്ദേഹം മുസ്ലിമായിരുന്നു എന്നതിൽ മുസ്ലിം ലോകത്ത് ഒരു പണ്ഡിതനും തർക്കമില്ല. ആ നജാശി രാജാവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് നിസ്കരിച്ചത് ഒരിക്കലും മുസ്ലിം അല്ലാത്തവന് മയ്യിത്ത് നിസ്കരിക്കുന്നതിന് തെളിവാകില്ല. മുസ്ലിം അല്ലാത്തവന് മയ്യിത്ത് നിസ്കരിക്കുന്ന പച്ച ഹറാമാണ് എന്നതിൽ ലോകത്ത് ഒരു ഇമാമിനും ഒരു പണ്ഡിതനും തർക്കമില്ല. ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇപ്പോഴത്തെ ലോകം എന്ന് പറയുന്നത് ഒരു വിവരവുമില്ലാത്തവൻ വിവരമുള്ളവനായി രംഗത്ത് വന്ന് ആളുകളെ പിഴപ്പിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരിക്കലും തന്നെ ഈമാനില്ലാത്തവർക്ക് മയ്യിത്ത് നിസ്കരിക്കാൻ നിർവാഹമില്ല. ഈമാനുള്ളവർക്ക് മാത്രമേ മയ്യിത്ത് നിസ്കരിക്കാൻ നിർവാഹമുള്ളൂ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സന്ദർഭങ്ങളിൽ ഈമാനുള്ളവർക്ക് തന്നെ മയ്യിത്ത് നിസ്കരിക്കാതിരുന്നിട്ടുണ്ട്. അതെന്തേ? അത് ആത്മഹത്യ ചെയ്ത് മരിച്ച മയ്യിത്ത്. എൻ്റെ സഹോദരിമാർ മനസ്സിലാക്കണം, അതേപോലെ പുരുഷന്മാരും മനസ്സിലാക്കണം. ആത്മഹത്യ എന്ന് പറയുന്നത് അതികഠിനമായ ഒരു തെറ്റാണ്. ഒരു നിരപരാധിയായ ശരീരത്തെ കൊല്ലുകയാണ്. സ്വന്തം ശരീരത്തെ കൊല്ലുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. മറ്റൊരു ശരീരത്തെ കൊന്നവനാണെങ്കിൽ അവന് പിന്നീട് ഒരു തൗബക്കെങ്കിലും അവസരം ലഭിച്ചുകൂടാ എന്നില്ല. അതേപോലെ കൊല്ലപ്പെട്ടതിന് അവന് പ്രായശ്ചിത്തമായി നഷ്ടപരിഹാരം കൊടുത്തുകൂടാ എന്നില്ല. അല്ലെങ്കിൽ അവനെ ഗവൺമെന്റ് വിധിച്ചിട്ട് കൊന്ന് ആ കൊല മുഖേന അദ്ദേഹത്തിന് ശിക്ഷകളവ് കിട്ടിക്കൂടാ എന്നില്ല. എന്നാൽ അതൊന്നും സാധിക്കാത്ത വിധമുള്ള മരണമാണല്ലോ ആത്മഹത്യയിലൂടെയുള്ള മരണം. സ്വന്തത്തിൽ ശരീരത്തെ കൊന്നുകളയുന്ന ആത്മഹത്യ അത് അതിഗൗരവമായ തെറ്റാണ്. അത് ഹലാലാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഒരാൾ അങ്ങനെ മരിക്കുന്നതെങ്കിൽ അവന് പിന്നെ ഈമാനില്ല, അവൻ ഈമാനില്ലാതെ ചത്തുപോയവനാണ്. അത് ഹലാലാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളണം. ചില സ്ത്രീകൾ എന്തെങ്കിലും ഒന്ന് ഭർത്താവിനോട് പറഞ്ഞ് ദേഷ്യം പിടിച്ചാൽ, അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ സണ്ട കൂടിയാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മാനസികമായ ടെൻഷൻ ഉണ്ടാകുന്ന കാര്യം നടന്നാൽ, അതോടുകൂടി എൻ്റെ ശരീരം ഞാനങ്ങ് നശിപ്പിച്ചാൽ എന്താണ് എന്ന് ചിന്തിക്കുന്ന വിവരം കെട്ട ചില സഹോദരിമാരുണ്ട്.
അതേപോലെ ചിലപ്പോൾ അവർ ആ ഒരു സ്വന്തം ശരീരത്തെ കൊല്ലുന്നതിൻ്റെ പുറമെ യാതൊരു തെറ്റും ജീവിതത്തിൽ ചെയ്യാത്ത ചെറിയ പിഞ്ചു മക്കളെയും കൂടി കൊന്നുകളയുന്ന ചില സ്ത്രീകളും ഉണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിനേക്കാൾ വലിയൊരു തെറ്റ് വേറെ എന്താണ് സംഭവിക്കാനുള്ളത്? അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത ഒരാളുടെ മനസ്സിലും വന്നു പോകരുത് എന്ന് ഞാൻ ഉണർത്തുകയാണ്. പക്ഷേ പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം എത്ര വലിയ തെറ്റ് ചെയ്താലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിശ്വാസം, അള്ളാഹു ഇല്ലെന്ന് പറയുകയോ അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനുണ്ടെന്ന് വിശ്വസിക്കുകയോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം നിന്ദിക്കുകയോ ഖുർആനിനെ നിസ്സാരപ്പെടുത്തുകയോ അതുപോലെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന മുർത്തദ്ദാകുന്ന കാര്യങ്ങൾ പലതുമുണ്ട്. അള്ളാഹു മാത്രമാണ് ഇലാഹ്, അള്ളാഹു മാത്രമാണ് പടച്ചവൻ എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. ഒരു നബിയും പടച്ചവനാണെന്ന് വിശ്വസിക്കാൻ പാടില്ല, ഒരു മലക്കും പടച്ചവനാണെന്ന് വിശ്വസിക്കാൻ പാടില്ല, പിന്നെ ഒരു വലിയ പടച്ചവനാണെന്ന് വിശ്വസിക്കാൻ പാടില്ലെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അപ്പൊ അള്ളാഹു അല്ലാത്തതിനെ പടച്ചവനായി അംഗീകരിക്കുന്നവനും വിശ്വസിക്കുന്നവരുമാണെങ്കിൽ അവനും ഇസ്ലാമിൽ നിന്ന് പുറത്തായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് പുറത്തു പോകുന്ന പല സംഗതികളും ഉണ്ട്. പള്ളിയെ നിസ്സാരപ്പെടുത്തിയാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ആലിമീങ്ങളെ പരിഹസിച്ചുകൊണ്ട് സ്വീപ്പാക്കി ചിരിപ്പിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തെറ്റാകും. ഇങ്ങനെയൊക്കെ പണ്ഡിതന്മാർ പലതും രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. ഒരാളൊരു വിഗ്രഹത്തിൻ്റെ അടുക്കൽ പോയി അതേ സുജൂദ് ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് പണ്ഡിതന്മാർ വിധിക്കും. അങ്ങനെ തുടങ്ങിയിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതായി പറയപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മർഹൂം കണാരണ്ടി ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ദീർഘമായ ദിവസങ്ങൾ വഅദ് പറയാറുണ്ടായിരുന്നു. ആ വഅദുകളിൽ അസ്ബാബ് റിദ്ദ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്ന വിഷയങ്ങൾ അവിടുന്ന് വിശദീകരിച്ച് വഅദ് പറഞ്ഞത് കുട്ടിക്കാലത്ത് കേട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അത്തരത്തിലുള്ള വഅദുകളെല്ലാം ചുരുങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇപ്പോൾ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ബോധം വളരെ കുറഞ്ഞുപോയി. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സംഗതികളായി പറഞ്ഞ കാര്യങ്ങളല്ലാത്ത മറ്റെന്തെങ്കിലും ഒരു വലിയ തെറ്റ്, ഉദാഹരണത്തിന് മറ്റൊരാളെ കൊന്നാൽ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തെ തന്നെ കൊന്നാൽ അവൻ്റെ ഈമാൻ കളഞ്ഞു കുളിച്ചുപോയി, ഈമാനില്ലാതെയായിപ്പോയി എന്ന് പറയണമെങ്കിൽ അവൻ അത് അനുവദനീയമാണ് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് വിധിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണ് അഹ്ലുസ് സുന്നയുടെ വിശ്വാസം. അതേസമയത്ത് ഖവാരിജികൾ എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു കൊന്നുകളഞ്ഞത് അവരാണ്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ മുശ്രിക്കാണ്, ശിർക്ക് ചെയ്ത ആളാണ് എന്നാണ് ഖവാരിജികൾ വാദിച്ചത്. ഇപ്പോഴുള്ള നമ്മളെ പുത്തൻവാദികളായ ആളുകൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആലിമീങ്ങളും മുഅ്മിനീങ്ങളും ഒക്കെ മുശ്രിക്കീങ്ങളാണെന്ന് പറയുന്നത് പോലെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാവായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു മുശ്രിക്കാണ് എന്നായിരുന്നു ഖവാരിജി എന്ന് പറയുന്ന ആ പുത്തൻവാദികളുടെ വാദം. അവരാണ് അലി റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി കയറി വരുമ്പോൾ അതാ തലക്ക് വെട്ടിയിട്ട് അലി റളിയല്ലാഹു അൻഹു കൊന്നുകളഞ്ഞത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കഠിന വിരോധികളായ ഒരു ടീമുണ്ടായിരുന്നു. അതിലൊന്ന് ഖവാരിജാണ്, മറ്റൊന്ന് അവതേ ഒരു വർഗത്തിൽ തന്നെ പെട്ട നാസിബത്ത് എന്ന് പറയുന്ന വേറൊരു കക്ഷിയാണ്. നാസിബത്ത് എന്ന് പറഞ്ഞാൽ അഹ്ലു ബൈത്തിന്റെ തങ്ങന്മാരെ വിരോധികളാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ മകളുടെ ഭർത്താവും അതേപോലെ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട മഹാനും 4 ഖുലഫാഉർ റാഷിദീങ്ങളിൽ 4ാം സ്ഥാനമുള്ള ഖലീഫയുമായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു നിസ്സാരപ്പെടുത്തുന്ന കക്ഷികൾ, അവർ നാസിബത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന പുത്തൻവാദികൾ വളരെ പിഴച്ച ഒരു ടീമാണ്. അതിൻ്റെ പ്രചാരകരും ഇപ്പോൾ കേരളത്തിൽ ഉണ്ട്. അലി റളിയല്ലാഹു അൻഹു 4ാമത്തെ ഖലീഫ അല്ല, മറിച്ച് 4ാമത്തെ ഖലീഫ മുആവിയ റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറയുന്ന പടുജാഹിലുണ്ട്. നമ്മൾ എത്ര കാലമായി ഖുതുബ കേൾക്കാൻ തുടങ്ങിയിട്ട് എല്ലാ ഖുതുബയിലും 4 ഖലീഫമാരെയും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമിയങ്ങൾ എഴുതിയ കിതാബുകളിൽ വിവരിച്ച തർത്തീബ് പ്രകാരം ഓരോരുത്തരുടെയും ബഹുമാനത്തിന്റെ സ്ഥാനം വകവെച്ചു കൊടുത്തുകൊണ്ട് ഒന്നാമത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, രണ്ടാമത് ഉമർ ഇബ്നുൽ ഖത്താബ്, മൂന്നാമത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, നാലാമത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ. അങ്ങനെ എത്ര കാലമായി നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്?
അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ എല്ലാ കിതാബിലും വിവരിക്കപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് 4ാമത്തെ ഖലീഫ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണ് എന്നതിൽ മുസ്ലിം ലോകത്താർക്കും തർക്കം ഇല്ല. പുതിയ പുതിയ തർക്കങ്ങൾ വലിച്ചിട്ട് മുസ്ലിമീങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന ഏതെല്ലാം ശൈത്താനിന്റെ ഏജന്റുകളുണ്ടോ അവരെയൊക്കെ മുസ്ലിമീങ്ങൾ നന്നായി കരുതിയിരിക്കണം എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. അവരുടെ വിവരക്കേടുകൾ അവരിങ്ങനെ വിളമ്പിക്കൊണ്ടേയിരിക്കും. അതിലൊന്നും മുസ്ലിമീങ്ങൾ വിട്ടുപോകരുത്. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം തന്നെ നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചു തന്ന അതേ ആശയം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ജീവിക്കണം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ വെറുക്കുന്നവൻ മുനാഫിഖായിരിക്കും, അവൻ മുഅ്മിനാവില്ല. അലി റളിയല്ലാഹു അൻഹുവിന് സ്നേഹിച്ച് അമിതമായ സ്നേഹം പ്രകടിപ്പിച്ച് അലി ഇബ്നു അബീ ത്വാലിബ് 2ാം പടച്ചവനാണ് എന്ന് പറഞ്ഞ വളരെ മോശമായ വാദമുന്നയിച്ച റാഫിളത്ത് എന്ന ഒരു കക്ഷി വേറെയുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് 2ാം പടച്ചവനാണ്, ലോകം മുഴുക്ക നിയന്ത്രിക്കുന്നത് അലി ഇബ്നു അബീ ത്വാലിബാണ് എന്നാണ് അവരുടെ വാദം. ആ വാദം ഉന്നയിച്ചവർ റാഫിളത്ത് എന്ന് പറയുന്ന കടുകടുത്ത പിഴച്ചുപോയ കക്ഷികൾ ആണ്. അവർ 3 ഖുലഫാഉർ റാഷിദീങ്ങളെയും ചീത്ത പറഞ്ഞവരാണ്. അതേ സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ നിസ്സാരപ്പെടുത്തുകയും അലി റളിയല്ലാഹു അൻഹുവിനെ മിമ്പറിൽ വെച്ച് തന്നെ ലഅനത്ത് ചെയ്യുകയും ചെയ്ത ടീമാണ് നാസിബത്ത് എന്ന് പറയുന്ന പുത്തൻവാദികൾ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഉമവി ഭരണകൂടത്തിലെ വലിയ നീതിമാനായ ഭരണാധികാരിയും ഖിദ്ർ അലൈഹിസ്സലാമിന്റെ കൈപിടിച്ച് നടക്കുകയും ചെയ്ത വലിയ കറാമത്തുള്ള മഹാനായിരുന്നു. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തപ്പോൾ ചെയ്ത 1ാമത്തെ കാര്യങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു എന്ത്? പള്ളിയുടെ മിമ്പറിൽ വെച്ച് അലി റളിയല്ലാഹു അൻഹുവിനെതിരെ ആരും ഇനി മിണ്ടിപ്പോകാൻ പാടില്ല. അലി റളിയല്ലാഹു അൻഹു ശപിക്കുന്ന ചില മിമ്പറുകളുണ്ട്. ആ ശപിക്കുന്നതിന് ഇനി ആരെങ്കിലും അങ്ങനെ ശപിച്ചു പോയാൽ അവരുടെ പേരിൽ നടപടിയുണ്ടാകുമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവരായിരുന്നു. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗ്യി യഇദുകും ലഅല്ലകും തദക്കറൂൻ എന്ന ആയത്ത് പള്ളിയിലെ മിമ്പറിൽ വെച്ച് ഓതണം എന്ന് ആദ്യമായി ഓർഡർ ചെയ്തത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ ആ ചരിത്രങ്ങളിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത് പിഴച്ചുപോയ കക്ഷികളായ ഖവാരിജ്, അവരുടെ വാദമാണ് തെറ്റ് ചെയ്താൽ ഇസ്ലാം എന്ന് പുറത്തുപോയി എന്ന വാദം. തെറ്റ് ചെയ്തത് കൊണ്ട് ഒരാൾ ഇസ്ലാം എന്ന് പുറത്തുപോയി എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പറയൂല. അതേ സമയത്ത് വൻ കുറ്റങ്ങളെ അത് തെറ്റല്ല എന്നൊരാൾ വിശ്വസിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തുപോകും. ഉദാഹരണത്തിന് കള്ളു കുടിക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ല, വ്യഭിചരിക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ല, പലിശ വാങ്ങുന്നതിന് യാതൊരു വിരോധവും ഇല്ല, ഒരു മനുഷ്യന് സ്വന്തം ശരീരത്തെയോ മറ്റൊരു ശരീരത്തെയോ കൊല്ലുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല, വിരോധമില്ല, ഹറാമില്ല, തെറ്റില്ല എന്നൊരാൾ വിശ്വസിച്ചാൽ വിശ്വസിക്കുന്ന നിമിഷത്തിൽ അദ്ദേഹം ഇസ്ലാം എന്ന് പുറത്തു പോകും. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ വിശ്വസിക്കാതെ ചിലപ്പോൾ മാനസികമായ രോഗം പിടിപെട്ട്, അത് ചിലപ്പോൾ പെട്ടെന്ന് വരാവുന്നതല്ലേ ഉള്ളൂ, അങ്ങനെ മനസ്സിന്റെ സമനില തെറ്റിപ്പോയി അങ്ങനെ ആത്മഹത്യ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർ കാഫറായി ചത്തുപോയി എന്ന് നമ്മൾ പറയരുത്. കാരണം അവർക്കത് മാനസിക രോഗം കൊണ്ട് സംഭവിച്ചതായിരിക്കുമെന്ന് നമ്മൾ നല്ലത് വിചാരിക്കുകയാണ് വേണ്ടത്. പക്ഷേ സഹാബികളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച ഒരു മയ്യിത്ത് അത് ആത്മഹത്യ ചെയ്ത് മരിച്ചതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെട്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന് മയ്യിത്ത് നിസ്കരിക്കുന്നില്ല. അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താനാണ്. വലിയ റഹ്മത്തുൽ ലിൽ ആലമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത് എന്തിനാണ്? അതിൻ്റെ ഗൗരവം സമൂഹം ഉൾക്കൊള്ളണം. അതിനുവേണ്ടിയാണ് അവിടുന്ന് മയ്യിത്ത് നിസ്കരിക്കാതെ മാറി നിന്നത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നിസ്കരിച്ചോളൂ. നിസ്കരിക്കാൻ പറ്റൂലെങ്കിൽ, ഈമാനില്ലായിരുന്നുവെങ്കിൽ സഹാബികളോട് നിസ്കരിക്കാൻ പറയില്ലായിരുന്നു. മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയല്ലാതെ മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നതിൽ ലോകത്ത് ഒരു പണ്ഡിതനും തർക്കമില്ല. ഈമാനോട് കൂടെ മരിച്ചവർ, ഈമാനുള്ളവർ, മുഅ്മിനീ, ഇത് നമ്മൾക്ക് എങ്ങനെ മനസ്സിലാകും? നമ്മൾ ബാഹ്യമായിട്ടാണ് തീരുമാനിക്കുക. ആ ഒരു ഷഹാദത്ത് കലിമ ചൊല്ലിയവരാണ്, ഇന്നലെ വരെ നിസ്കരിച്ചവരാണ്, നോമ്പെടുത്തവരാണ്, അങ്ങനെ മുസ്ലിമായി ജീവിച്ചു വന്ന ഒരാളാകുമ്പോൾ അദ്ദേഹം മുസ്ലിമാണ്, മുഅ്മിനാണ് എന്ന് തന്നെയാണ് നമ്മൾ തീരുമാനിക്കുക.
അതുകൊണ്ട് സഹാബികളോട് നിസ്കരിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ സഹാബികൾ നിസ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊക്കെ അങ്ങനെ ആത്മഹത്യ ചെയ്ത് മരിച്ച മയ്യത്തിന്റെ പേരിൽ നിസ്കാരം നിർവഹിക്കുന്നത്. അതിൻ്റെ പേരിലാണ്. പക്ഷേ അത് വളരെ ഗൗരവമുള്ളതാണെന്ന് അറിയിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാതെ മാറി നിന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈമാനില്ലെന്ന് ഉറച്ച ഒരാൾ, ഒരു ക്രിസ്തീയ സഹോദരൻ, അല്ലെങ്കിൽ ഒരു ജൂത സഹോദരൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരൻ, അല്ലെങ്കിൽ ഇസ്ലാമിനെ പിച്ച് ചീന്തുന്ന, ഇസ്ലാമെന്ന് പുറത്തുപോയ ഒരു യുക്തിവാദി, അല്ലെങ്കിൽ അതാ ഞാൻ എക്സ് മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമെന്ന് രാജിവെച്ചു എന്ന് പച്ചയായി പ്രഖ്യാപിച്ച് നബിതങ്ങളെ ചീത്ത പറയുന്നവൻ, അങ്ങനെയുള്ളവന് മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റില്ല. അതൊരു നിലക്കും അനുവദനീയമല്ല. അത് കടുകൊടുത്ത ഹറാമാണ്. നിസ്കരിക്കാൻ പാടില്ല എന്നതാണ് നിയമം. എന്നാൽ നജാശി രാജാവ്, അദ്ദേഹം മുസ്ലിമായിരുന്നു, സാലിഹായ അടിമ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞത്. അദ്ദേഹം അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട വലിയ മഹാനായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷമുള്ള കറാമത്തായിരുന്നു അവിടുത്തെ ഖബറിന്റെ മേലെ നിന്നിങ്ങനെ പ്രകാശം സ്ഫുരിക്കുമായിരുന്നു. ആ നജാശി രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിച്ചത് തൗറാത്ത് വായിച്ച്, ഇഞ്ചീൽ വായിച്ചുകൊണ്ടാണ്. അതേ തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ വിവരമുള്ളവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള വിവരം അവരുടെ എല്ലാം കൈവശത്തിൽ ഉണ്ട്. അങ്ങനെയാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ജൂതമതത്തിലെ വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിശേഷതകൾ തൗറാത്തിൽ നിന്ന് പഠിച്ച് നബി തങ്ങളോട് ചില സംശയങ്ങൾ ചോദിച്ചു. അതിന് പറഞ്ഞ മറുപടി മുഴുവനും തൗറാത്തിലുള്ളതിനോട് യോജിച്ചുകൊണ്ടായതിനാൽ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇസ്ലാം മതം സ്വീകരിച്ച സഹാബിയായി. പക്ഷേ ആ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിന് ജൂതമതത്തിലുണ്ടായിരുന്ന സമയത്ത് ആ മതത്തിന്റെ ആചാരമെന്ന നിലക്ക് ഒട്ടകത്തിന്റെ പാല് കുടിക്കാറുണ്ടായിരുന്നില്ല, ഒട്ടകത്തിന്റെ മാംസം കഴിക്കാറുണ്ടായിരുന്നില്ല. ഇസ്ലാമിൽ വന്നപ്പോഴും അതിനോടൊരു അറപ്പ്. ഒട്ടകത്തിന്റെ പാല് കുടിക്കാൻ ഒരു അറപ്പ്, ഒട്ടകത്തിന്റെ മാംസം കഴിക്കാൻ ഒരു അറപ്പ്. ആ അറപ്പുണ്ടായപ്പോഴാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആയത്തിറക്കിയത്, യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ. ഈമാനുള്ളവരെ, നിങ്ങൾ ഇസ്ലാമിൽ പരിപൂർണമായി പ്രവേശിക്കണം. നിങ്ങൾ വേറെ ഒരു മതത്തിന്റെ ആചാരമോ, വേറെ ഒരു മതത്തിന്റെ സിദ്ധാന്തമോ, വേറെ ഒരു മതത്തിന്റെ പരിപാടികളോ നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ പരിപൂർണ മുസ്ലിമീങ്ങളാകണം. വേറെ മതത്തിന്റെ ആചാരങ്ങളൊന്നും വാരിപ്പുണരേണ്ട ഗതികേട് മുസ്ലിം സമുദായത്തിനില്ല. അത് മുസ്ലിം സഹോദരിമാരും സഹോദരന്മാരും മനസ്സിലാക്കണം. ആരെല്ലാമോ എന്തെല്ലാമോ ചെയ്യുന്നത് കാണുമ്പോൾ അതൊക്കെ നമ്മളും ചെയ്യുക എന്നത് നമുക്ക് പറ്റില്ല. നമുക്ക് ഓരോന്നിനും നിയമങ്ങളും വ്യവസ്ഥകളും പഠിപ്പിച്ചു തന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുനൽ ആമിറുൻ നഹി ഫലാ അഹദു അബർ ഫീ ഖൗലി ലാ മിൻഹു വലാ നഅമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്നുകൊണ്ടാണ് ജീവിക്കേണ്ടതിരിക്കട്ടെ. ഞാൻ പറഞ്ഞ സംഭവം ഞാനൊന്ന് പറഞ്ഞ് പൂർത്തീകരിക്കാം. അലി നിങ്ങളെ കൂട്ടത്തിലുണ്ടോ എന്നാണ് ആ യഹൂദി ചോദിക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, ഉണ്ട്. ഫഖാല നഅം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, മസ്മുക, നിങ്ങളുടെ പേരെന്താ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലി. അപ്പൊ പറഞ്ഞു, ഇന്നി വജദ്തു ഇസ്മക ഫി തൗറാത്ത്, തൗറാത്തിൽ നിങ്ങളുടെ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ഫഖാല അലിയുൻ, അദ്ദേഹം പറയാണ്, എന്താണ് പറയുന്നത്? എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിശേഷതകൾ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ, നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തരണം. നബി തങ്ങളപ്പോൾ പറഞ്ഞു കൊടുത്തു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ തവീലൻ വലാ ഖസീറാ. നബിതങ്ങൾ കൂടുതൽ പൊക്കമുള്ള ആളല്ല, തീരെ കുറിയ ആളുമല്ല, ഒത്ത നീളമുള്ള ആളായിരുന്നു. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുദവ്വറർ റഅസി, നല്ല വട്ടമൊത്ത തലയുള്ള ആളായിരുന്നു.
വാദിയൽ ജബീൽ, നെറ്റിത്തടം നല്ല വീതിയുള്ള ആളായിരുന്നു. അത് അജൽ ഐനൈൻ, കണ്ണ് നല്ല കറുത്ത കണ്ണ്, വിശാലമായ കണ്ണ്, കറുത്ത കണ്ണുള്ള ആളായിരുന്നു. അസജ്ജൽ ഹാജിബൈൽ, നേരിയ കണ്ണിൻ്റെ പുരികമുള്ള ആളായിരുന്നു. ഇദാ ലഹിക ഖറജൻ നൂറു മിൻ സനായാ, അവിടുന്ന് ചിരിച്ചാൽ, പുഞ്ചിരിച്ചാൽ അവിടുത്തെ പല്ലിൻ്റെ ഉള്ളിലൂടെ പ്രകാശം പുറത്തു വരും. അവിടുന്ന് അതാ നല്ല നെഞ്ഞിൽ രോമമുള്ള ആളായിരുന്നു. കൈപ്പട നല്ല വിശാലതയുള്ള ആളായിരുന്നു. കാല് നന്നായി പതിഞ്ഞു കൊള്ളുന്ന ആളായിരുന്നു. വളരെ ഭംഗിയായി നടക്കുന്ന ആളായിരുന്നു. ബൈനകതിഫൈ ഖാതമുൻ നുബുവ്വ, അവിടുത്തെ ചുമലിൽ നുബുവത്തിൻ്റെ ഒരടയാളം ഉണ്ടായിരുന്നു. ഇത്രയും അലി റളിയല്ലാഹു അൻഹു വിവരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, സദഖത യാ അലി, നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അലിയേ. ഹകദാ നഅതുഹു ഫിത്തൗറാ, അല്ലാഹു ഇറക്കിയ തൗറാത്തിൽ ഇങ്ങനെ തന്നെയാണ് ആ നബിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ. ഹൽ ബഖിയ മിന്നു സൗബുൻ അശുമ്മുഹു, എനിക്കൊന്ന് മണക്കാൻ, എനിക്കൊന്ന് ചുംബിക്കാൻ അവിടുത്തെ ഒരു വസ്ത്രം കിട്ടുമോ, ഒരു കുപ്പായം കിട്ടുമോ? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, നഅം, അതെ, അവിടുത്തെ വസ്ത്രം നിനക്ക് മണക്കാൻ തരാം. ഇദ്ഹബ് യാ സൽമാൻ, സൽമാനെ ഇലാ ഫാത്തിമ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് പോയിക്കോളൂ. അദ്ദേഹത്തോട്, അതേ മഹദിയോട് പറയൂ, ഇബ്അസി ഇലയ്യ ജുബ്ബത അബീക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നിങ്ങളെ ബാപ്പയുടെ ജുബ്ബ ഒന്നെനിക്ക് കൊടുത്തേക്കാൻ പറയൂ. സൽമാൻ റളിയല്ലാഹു അൻഹു പോകുന്നു. ഫാത്തിമ ബീവിയുടെ വാതിലിന് പോയി മുട്ടുന്നു. യാ ബാബ ഫഖറിൽ അംബിയാ, സർവ അംബിയാക്കൾക്കും അഭിമാനമായ നബിയുടെ വാതിൽക്കൽ ചെന്ന് വിളിക്കുകയാണ്. ആ ഫഖറുൽ അംബിയായ നബിയുടെ വാതിലെ, അഥവാ വാതിലിൻ്റെ അപ്പുറത്തുള്ളവരെ, വയാ ബാബ സൈനിൽ ഔലിയാ, മുഴുവൻ ഔലിയാക്കൾക്കും ഭംഗിയായ വ്യക്തിയുടെ വീട്ടിൻ്റെ വാതിൽക്കലുള്ളവരെ, വൽ ഹസൻ വൽ ഹുസൈനു യബ്കിയാൻ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ കരയുകയാണ്. فقرع الباب فقالت فاطمة من يقرع باب اليتامى. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, യതീമുകളുടെ, അനാഥകളുടെ വാതിലിന് മുട്ടുന്നതാരാണ്? സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന സൽമാൻ, ഞാൻ സൽമാനാണ്. ഫഅഖ്ബറഹാ ബിമാ ഖാല അലി, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വിവരം മഹദിയോട് പറഞ്ഞു. ഫബക്കത്ത് ഫാത്തിമ, ഫാത്തിമ ബീവി അതാ വിങ്ങിപ്പൊട്ടി കരഞ്ഞു. എന്നിട്ട് ചോദിച്ചു, മനില്ലദീ യൽബിസു ജുബ്ബത അബീ, എൻ്റെ ബാപ്പയുടെ ജുബ്ബ ധരിക്കുന്നവൻ ആരാണ്? എൻ്റെ ബാപ്പയുടെ ജുബ്ബക്കല്ലേ ആവശ്യപ്പെട്ട്, ആരാണ് ധരിക്കാൻ പോകുന്നത്? അപ്പോൾ ഈ യഹൂദി വന്നതും സംസാരിച്ചതും മണക്കാൻ വേണ്ടി ചോദിച്ചതും എല്ലാം വിവരിച്ചു കൊടുത്തപ്പോൾ അവിടുത്തെ ജുബ്ബയെടുത്ത് മഹദി കൊടുത്തു. ജുബ്ബ നോക്കുമ്പോൾ വഖദ് ഖീതത് മിൻഹാ സബൂ മവാദിയ ബില്ലൈഫ്, 7 സ്ഥലത്ത് പാന്തോം കൊണ്ട് തുന്നിയിട്ടുണ്ട്. ലോകത്തിൻ്റെ മുഴുവൻ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് അവശേഷിപ്പിച്ചു വെച്ച ജുബ്ബ പാന്തം കൊണ്ട് 7 സ്ഥലത്ത് തുന്നിയിട്ടുണ്ട്. അവിടുന്ന് ഈ ഭൂമി ലോകത്തുള്ള ആഡംബരങ്ങളെല്ലാം
ഈ ലോകത്തുള്ള ഏതെങ്കിലും കാര്യലാഭങ്ങളല്ല ചിന്തിച്ചത്. അവിടുത്തെ ചിന്ത മുഴുവനും അവിടുത്തെ ഉമ്മത്ത് രക്ഷപ്പെടണമെന്നാണ്, സമൂഹം നന്നാകണമെന്നാണ്. അവിടുത്തെ പ്രവർത്തനം മുഴുവനും അതിനു വേണ്ടിയാണ്, അവിടുത്തെ ത്യാഗം മുഴുവനും അതിനു വേണ്ടിയാണ്. ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുഅ്മിനേ, ആ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന സഹോദരീ, ഹബീബുമായി അടുക്കാനുള്ള ഏറ്റവും വലിയ സൽക്കർമ്മം സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ്. ഓരോ ദിവസവും ഇത്ര സ്വലാത്ത് ഞാൻ ചൊല്ലുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വേണം വയത് പിരിഞ്ഞ് പോകാൻ. അതിനവസരം കാണണം. അത് നമുക്ക് ഏറ്റവും വലിയ സമ്പാദ്യമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദാരിദ്ര്യത്തിന് വില വെച്ചിട്ടില്ല. അവിടുന്ന് പട്ടിണി കിടന്നുകൊണ്ടാണ് ജീവിച്ചത്. വയറ്റിന് കല്ല് വെച്ച് വെട്ടിക്കൊണ്ടാണ് ഖന്തഖിൽ കിടങ്ങ് കീറിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജുബ്ബ ഇങ്ങനെ പാന്തോം കൊണ്ട് തുന്നിയതായിട്ടാണ് കാണുന്നത്. ആ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജുബ്ബ ഇങ്ങ് കിട്ടിയപ്പോൾ അലിയുബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അത് വാങ്ങിയിട്ടൊന്ന് തുരുതുരാ ചുംബിക്കുന്നു, മണക്കുന്നു. അത് പിന്നീട് സഹാബത്തൊക്കെയും വാങ്ങിയിട്ട് ചുംബിക്കുന്നു. ثم أخذها اليهودي وسمها, പിന്നീട് ആ യഹൂദി അത് കയ്യിലേക്ക് ആദരവോടെ വാങ്ങുന്നു. അദ്ദേഹം അത് മണക്കുന്നു. അദ്ദേഹം പറയുന്നു, ഇതെന്തൊരു സുഗന്ധമാണ്, ഇതെന്തൊരു പരിമളമാണ്. അതും പറഞ്ഞുകൊണ്ട് ആ യഹൂദി നബി തങ്ങളെ ഖബർ ശരീഫിന്റെ സമീപത്തേക്ക് പോകുന്നു. ആകാശത്തേക്ക് തല ഉയർത്തുന്നു. എന്നിട്ട് പറയുന്നു, അശ്ഹദു യാ റബ്ബി അന്നക വാഹിദുൻ അഹദുൻ ഫർദുൻ സമദ്. അല്ലാഹുവേ, ഞാനിതാ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു, എൻ്റെ റബ്ബേ, നീ ഏകനാണ്, ഒരുവനാണ്. നീ എല്ലാവരും നിന്നെ ആശ്രയിക്കുന്നവരാണ്. നീ ആരിലേക്കും ആശ്രയമില്ലാത്തവനാണ്. വഅശ്ഹദു അന്ന സാഹിബ ഹാദൽ ഖബ്രി റസൂലുക വഹബീബുക. ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തി നിന്റെ റസൂലാണ്, നിന്റെ ഹബീബ്, നീ ഏറ്റവും പ്രിയം വെച്ച ആളാണ്. വസദ്ദഖ്തുഹു ബിമാ ഖാൽ. അവിടുന്ന് എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും ഞാൻ സത്യമായി അംഗീകരിച്ചിരിക്കുന്നു. അതേ, അദ്ദേഹം ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം മതം സ്വീകരിച്ചതായി പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഒരൊറ്റ ദുആ, അല്ലാഹുമ്മ ഇൻ ഖബിൽത ഇസ്ലാമി, എൻ്റെ ഇസ്ലാമിനെ നീ കബൂൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫഖ്ബിൽ റൂഹി അസ്സാം, ഇപ്പോൾ തന്നെ എൻ്റെ ആത്മാവിനെ നീ അങ്ങ് പിടിക്കണം അല്ലാഹ്. ആ ഹബീബിൻ്റെ സമീപത്തെത്തിച്ചേരണം എന്ന ഉത്കടമായ ആഗ്രഹമാണ്. എൻ്റെ ഇസ്ലാമിനെ നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ എൻ്റെ റൂഹ് പിടിക്കണം അല്ലാഹ്. ദുആ ചെയ്ത് തീരുന്നതോടുകൂടെ അദ്ദേഹം മറിഞ്ഞ് വീടങ്ങ് വഫാത്തായി പോയി. അദ്ദേഹത്തെ കുളിപ്പിക്കുന്നു. ബഖീഉൽ അർഖദിൽ മദീനത്തെ മഖ്ബറയിൽ മറവ് ചെയ്യുന്നു. സുഹൃത്തുക്കളെ, സ്നേഹം കൽബിലങ്ങ് കടന്നാൽ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം കൽബിൽ ശരിക്കങ്ങ് കടന്നാൽ പിന്നെ ആ നബിയെ കാണണം എന്ന ആവേശമാണ്. അതിനു വേണ്ടിയുള്ള വെമ്പൽ കൊള്ളലാണ്. അങ്ങനെ വെമ്പൽ
കൊള്ളുമ്പോൾ നമ്മൾ വേണ്ടതെന്താണ്? ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് പോയി അവിടുത്തെ മുഖം കാണാനുള്ള യോഗ്യത കൈവരിക്കണം. അത് കൈവരിക്കാൻ അവിടുന്ന് പഠിപ്പിച്ചതനുസരിച്ച് ജീവിതം ക്രമീകരിക്കണം. 5 വഖ്ത് ഖളാ ആകാതെ നിസ്കരിക്കണം. കഴിയുന്നതും പുരുഷന്മാര് പള്ളിയിൽ പോയി നിസ്കരിക്കണം. അവിടുന്ന് പറഞ്ഞില്ലേ, അതാ നിസ്കാരത്തിന് പള്ളിയിൽ വരാതെ വീട്ടിലിരിക്കുന്ന പുരുഷന്മാരെ വീട്ടിന് അതാ വിറക് കെട്ടും ചുമന്നുകൊണ്ട് എൻ്റെ കൂടെ കുറെ ചെറുപ്പക്കാരെയും കൂട്ടി പോയിട്ട് അവരെ വീട് തീ കൊടുക്കാൻ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തു പോയി. പക്ഷേ ആ വീടുകളിൽ പ്രായമുള്ളവര്, രോഗികള്, സ്ത്രീകള്, കുട്ടികള് തുടങ്ങി ജമാഅത്തിന് വരാൻ സാധിക്കാത്തവരുണ്ടാകുമല്ലോ. അവരെ പരിഗണിച്ചാണ് ഞാൻ തീ കൊടുക്കാത്തത് എന്ന് പറയുമ്പോൾ വീട്ടിലിരുന്നിട്ട് പള്ളിയിലേക്ക് ജമാഅത്തിന് പോകാതെ വീട്ടിലിരുന്ന് സമയം പോക്കുന്ന നമ്മൾ എത്ര മോശക്കാരാണ് എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്ത വേണം. സുബ്ഹിന്റെ ജമാഅത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ജമാഅത്ത്. അവിടുന്ന് പറഞ്ഞല്ലോ, സുബ്ഹി ജമാഅത്തായി നിസ്കരിച്ചാൽ ഫീ ദിമ്മത്തില്ലാഹ്, അവൻ അല്ലാഹുവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷനിലാണ്, സംരക്ഷണത്തിലാണ്. കഴിയുന്നതും തൊട്ടടുത്ത പള്ളികളിൽ പോയി, അത് സുന്നത്ത് ജമാഅത്തിന്റെ പള്ളിയാകണം. അള്ളാന്റെ റസൂൽ ലാനത്ത് ചെയ്തവരെ തുടർന്ന് നിസ്കരിക്കരുത്. സുന്നത്ത് ജമാഅത്ത് വിട്ടുപോയ കക്ഷികളെ അള്ളാന്റെ റസൂൽ ലാനത്ത് ചെയ്തതാണ്, അള്ളാഹുവും ലാനത്ത് ചെയ്തതാണ്. അത് സഹീഹുൽ ബുഖാരി നോക്കിയാൽ നമുക്ക് കാണാമല്ലോ. മൻ അഹദസ ഔ ആവാ മുഹദിസൻ, വല്ലവനും പുത്തനാശയക്കാരനായാൽ, സുന്നത്ത് ജമാഅത്ത് വിട്ടുപോയാൽ, ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്ത് വിട്ടിട്ടൊന്നുമില്ല, സുന്നി തന്നെയാണ്, പക്ഷേ അവനാ പുത്തൻവാദിയെ ചേർത്ത് പിടിക്കുന്നവനാണ്, ആ പുത്തൻവാദിക്ക് ഒത്താശ ചെയ്യുന്നവനാണ്, പുത്തൻവാദിയെ ബഹുമാനിക്കുന്നവനും ആദരിക്കുന്നവനുമാണ്, അവൻ്റെ പരിപാടികൾ വിജയിപ്പിച്ചു കൊടുക്കുന്നവനാണ്, അവൻ്റെ പള്ളിയിൽ പോയി അവൻ്റെ പള്ളിയിൽ ആളെ കൂട്ടുന്നവനാണ്. അങ്ങനെ തുടങ്ങിയിട്ട് അവനെ കൂട്ടിപ്പിടിക്കുന്നവനാണെങ്കിൽ അവനെ സംബന്ധിച്ചും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ ഹദസ ഔ ആവാ മുഹദിസൻ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന് അല്ലാഹുവിൻ്റെ ലഅനത്തുണ്ട്, വൽ മലായിക, മലക്കുകളെ ലഅനത്തുണ്ട്, വന്നാസി അജ്മഈൻ, എല്ലാ നല്ല മനുഷ്യന്മാരുടെയും ശാപമുണ്ട്, ലഅനത്തുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ, അവൻ്റെ ഒരു ഫർളും സുന്നത്തും അല്ലാഹ് ഖബൂൽ ചെയ്യൂല. അവൻ നിസ്കരിച്ചിട്ട് എന്താണ് കാര്യം? സകാത്ത് കൊടുത്തിട്ട് എന്താ കാര്യം? നോമ്പെടുത്തിട്ട് എന്താ കാര്യം? അവൻ പള്ളി ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അവൻ ഖുർആനോ നോക്കിയിട്ട് എന്താ കാര്യം? അല്ലാഹു ഖബൂൽ ചെയ്യൂല. അവൻ എന്ത് കുടുംബബന്ധം ചേർത്താലും, അവൻ ഏത് അയൽവാസിക്ക് നന്മ ചെയ്താലും, അവൻ ഏത് സൽക്കർമ്മം ചെയ്താലും അല്ലാഹ് ഖബൂൽ ചെയ്യൂല എന്ന് അസന്നിഗ്ധമായി അവിടുന്ന് പ്രഖ്യാപിച്ച ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ? ബുഖാരിയിൽ ഒന്നിലധികം തവണ അത് റിപ്പോർട്ട് വന്നതല്ലേ? അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇമാമത്ത് നിൽക്കുന്ന പള്ളികളിൽ ജമാഅത്തിന് പോകണം. സ്ത്രീകളെ നബിതങ്ങളെ പിന്തുടർന്ന് ജീവിക്കണം. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറെന്ന് പഠിപ്പിച്ചത് ആ നബിതങ്ങളാണ്. ആ നബിതങ്ങൾ പഠിപ്പിച്ച സ്ഥലത്ത് നിൽക്കണം നമ്മൾ. ഓ സഹോദരിമാരെ, ബാങ്ക് നിങ്ങൾക്ക് അവിടുന്ന് സുന്നത്താക്കിയില്ല, ഖുത്ബ അല്ലാഹു തആല നിങ്ങൾക്ക് അതാ നിർദ്ദേശിച്ചില്ല, അതേപോലെ ജുമുഅ ജമാഅത്തിന് പോകൽ നിർദ്ദേശിച്ചില്ല. നിങ്ങൾ നിങ്ങളെ വീടുകളിൽ വെച്ച് അതാ നിസ്കാരം നിർവഹിച്ചാൽ അതിന് വലിയ പ്രതിഫലം വാഗ്ദത്തം ചെയ്യുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടുകൂടെ തന്നെ വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ വഅഖിംന സ്വലാ,
സ്ത്രീകൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയട്ടെ, അവരുടെ ഭംഗി അവർ പ്രകടിപ്പിക്കാതിരിക്കട്ടെ, അവർ നിസ്കാരം ഉറക്കെ നിർവഹിക്കട്ടെ. ഖുർആൻ അങ്ങനെയല്ലേ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈമാൻ കിട്ടി നബിതങ്ങളുടെ കൊടിക്കീഴിലെത്തണമെന്നുദ്ദേശിക്കുന്ന സഹോദരിമാരെ, നിങ്ങൾ ഏതെല്ലാമോ സ്ത്രീകൾ റോട്ടുമ്മിലിറങ്ങി തുള്ളുന്നത് കാണുമ്പോൾ നിങ്ങളങ്ങനെ തുള്ളാൻ പോകണ്ട. നിങ്ങൾ അന്യപുരുഷന്മാർ വരുമ്പോൾ അവർക്ക് കൈ കൊടുക്കാൻ പോകണ്ട. ഇപ്പോൾ ഒരു പുതിയ കൈ കൊടുക്കലുണ്ട്. അതേ, ആണും പെണ്ണും കാണുമ്പോൾ ഇങ്ങനെ ഒരു കൊടുക്കുന്ന കൈമുട്ടിക്കലുണ്ട്. അങ്ങനെയും കൊടുക്കണ്ട, അല്ലാതെയും കൊടുക്കണ്ട. അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ മുസാഫഹത്ത് ഹറാമാണ്. ഹറാമുകൾ പ്രവർത്തിച്ചുകൊണ്ടല്ല നബിതങ്ങളെ സമീപിക്കേണ്ടത്. അല്ലാഹു തആല അനുവദിച്ചത് മാത്രം ചെയ്തുകൊണ്ടാണ്. നമ്മൾ അല്ലാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കണം. എവിടെയുണ്ടൊരവസരം പുറത്തിറങ്ങാൻ, അങ്ങാടിയിലിറങ്ങാൻ, എവിടെയുണ്ടൊന്നൊന്നിച്ച് തുള്ളാൻ എന്ന് ചിന്തിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, വഇന്ന റീഹഹാ ലതൂജദു മിൻ മസീറതി കദാ വകദാ. എത്രയോ അകലെ നിന്ന് ലഭിക്കുന്ന സ്വർഗത്തിന്റെ പരിമളം പോലും അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന, അന്യപുരുഷന്മാരിലേക്ക് ആകർഷിക്കുന്ന, സ്വന്തം ശരീരത്തിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും ധരിച്ചതിന് ഫലമില്ലാത്ത വിധം ശരീരത്തിന്റെ ഭംഗി പ്രകടിപ്പിക്കുന്ന അതേ സ്ത്രീകൾക്ക് സ്വർഗത്തിന്റെ മണം പോലും എത്തില്ല എന്ന് ഹബീബ് നബി തങ്ങൾ പറഞ്ഞത് ഓർമ്മയിലുണ്ടാകണം സഹോദരിമാരെ. അവിടുന്ന് കുടുംബ ബന്ധം ചേർക്കാനാണ് പറഞ്ഞത്, മുറിക്കാനല്ല. ആരെങ്കിലും ഇങ്ങോട്ട് മുറിച്ചാലും അങ്ങോട്ട് ബന്ധം ചേർക്കണം. അയൽവാസികളെ ശല്യം ചെയ്യാനല്ല പറഞ്ഞത്, അയൽവാസികൾക്ക് നന്മ ചെയ്യാനാണ്. ഹക്കും ബാത്തിലും അനുസരിച്ച് നമ്മൾ ജീവിതം നയിക്കണം. മറ്റൊരാളുടെ ഒരു നയാകാശോ ഒരു തരി ഭൂമിയോ വേറെ ഒരാളുടേത് നമ്മളെ കൈവശത്തിൽ പെട്ടുപോകാൻ പാടില്ല എന്ന നിർബന്ധം വേണം. അതേപോലെ നമുക്ക് അല്ലാഹു നാവ് തന്നത് ഖുർആൻ ഓതാനാണ്, ദിക്ർ ചൊല്ലാനാണ്, സലാത്ത് ചൊല്ലാനാണ്, നല്ലത് പറയാനാണ്. അതൊരിക്കലും അന്യന്റെ കുറ്റം പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തരുത്. അതുപോലെ ആരെയും പരസ്പരം തെറ്റിക്കാനുള്ള നമീമത്ത് പറയരുത്, ആരെയും ഭീഷണിപ്പെടുത്തരുത്, ആരെയും നിസാരപ്പെടുത്തരുത്, ആരെയും പരിഹസിക്കരുത്. ഇതെല്ലാം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ളതാണ്. അവിടുന്ന് എല്ലാ രംഗത്തും നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയിരുന്നു, ഇന്ന് ഈ വഅദിൽ വെച്ച് അതാ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പാലിക്കേണ്ട ചില അദബുകളെ സംബന്ധിച്ച് പറയണമെന്നെൻ്റെ മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ സമയം കിട്ടിയില്ല. ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു നാളെ കുറ്റ്യാടിയിലേക്ക്. മഗ്രിബിൻ്റെ ശേഷം കുറ്റ്യാടിയിൽ ഇൻഷാ അല്ലാഹ് പ്രസംഗിക്കും. ആ പ്രസംഗം കഴിഞ്ഞ് എനിക്ക് വിദേശത്തേക്ക് പോവുകയും വേണം. അവിടെ വെച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ വിഷയത്തിലും നമുക്ക് നിയമങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം നയിക്കേണ്ടത്. ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത്, ഭക്ഷണത്തിന് ഇരിക്കുന്ന സ്ഥലത്ത്, കൂട്ടായി ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത്, ഒറ്റക്ക് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത്, അവിടെയെല്ലാം വെവ്വേറെ നിയമങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്തരം നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. വലത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കണമെന്ന് നമുക്കറിയാം. ശൈത്താനിൻ്റെ പരിപാടിയാണ് ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത്. ബിസ്മി ചൊല്ലിയിട്ട് കഴിക്കണമെന്ന് നമുക്കറിയാം. ബിസ്മി ഇല്ലാതെ കഴിച്ചാലോ ആ ഭക്ഷണത്തിൽ പിശാച് കൂറുകൂടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നായി ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം മതിയായാലും നമ്മൾ എഴുന്നേൽക്കാൻ പാടില്ല. നമ്മൾ അവിടെ ഇരുന്ന് കൊടുക്കണമെന്നാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നത്. കൂടെ ഇരിക്കുന്നവൻ ഒരു പക്ഷേ ഇനിയും കഴിക്കണമെന്നുണ്ട്. നമ്മൾ എഴുന്നേറ്റ് പോയാൽ അദ്ദേഹത്തിന് പിന്നെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ മടിയായി പോകും. അതുകൊണ്ട് അവിടെ തന്നെ നമ്മൾ ഇരുന്ന് കൊടുക്കണം, അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിച്ച് തീരുന്നത് വരെ. ഇങ്ങനെ തുടങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ, ഒന്നിച്ചിരിക്കുമ്പോഴും വെവ്വേറെ ഇരിക്കുമ്പോഴുമൊക്കെ ഒരുപാട് നിയമങ്ങൾ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിനധികം
പ്രത്യേകധികം പറയണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില ഭക്ഷണങ്ങളുടെ പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. കുലു സൈത വദ്ദഹിനൂ ബിഹി ഫൈനഹു മിൻ ശജറത്തിൻ മുബാറക. സൈത്തിനെ സംബന്ധിച്ച് നബി തങ്ങൾ പറയാണ്, സൈത്തൂനിന്റെ കായ തിന്നാറില്ലേ, അതിന്റെ എണ്ണ ഉപയോഗിക്കാറില്ലേ? നബി തങ്ങൾ പറയുന്നു, സൈത്തൂൻ നിങ്ങൾ കഴിച്ചോളൂ, സൈത്തിന്റെ കായ തിന്നോളൂ. വദ്ദഹിനൂ ബിഹി, അത് നിങ്ങൾ എണ്ണയായി അതേ ഉപയോഗിച്ചോളൂ. ഫഇന്നഹു മിൻ ശജറത്തിൻ മുബാറക, അതൊരു ബറകത്താക്കപ്പെട്ട മരത്തിൽ നിന്നുള്ളതാണ്. ഖുർആൻ തന്നെ സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യത്തിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശജറത്തിൻ മുബാറക, ഒരു ബറകത്തുള്ള മരമാണ് സൈതൂൻ മരമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കായക്ക് പ്രത്യേകതയുണ്ട്, അതിൻ്റെ എണ്ണയ്ക്ക് പ്രത്യേകതയുണ്ട്. അതുപോലെ സഹോദരന്മാരെ, ഒരുപാട് കാര്യങ്ങൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് നാളെ പറയാൻ തൗഫീഖ് നൽകട്ടെ. ഒരു സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സഹാബത്ത് പറയുന്നു, ഞങ്ങൾ ഭക്ഷണത്തിരുന്നപ്പോൾ ബക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട്. ഇന്നലെ കൊടുത്ത കവറുകൾ, നല്ല സംഭാവനകൾ എല്ലാവരും ഇട്ടുകൊണ്ടുവന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ധാരാളം കുട്ടികൾ നമ്മുടെ മദ്രസയിൽ പഠിക്കുന്നു. ഏകദേശം 300-നടുത്ത് കുട്ടികൾ, 200-ന്റെ മേലെ 300-നടുത്ത് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എണ്ണം പറഞ്ഞ ഇപ്പം കൃത്യം ഓർമ്മയില്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ആ കുട്ടികൾക്കൊക്കെ ഇൽമു പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കണം. നമ്മൾ ചെറിയ ശമ്പളമാണ് കൊടുക്കുന്നത്. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ബർക്കത്ത് എന്നൊരു സംഗതിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ ബറക്കത്ത് പല സ്ഥലത്തും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണത്തിനിരുന്നാൽ സഹാബത്തിൻ്റെ പതിവ് അവർ പറഞ്ഞു, ലം നദ ഐദിയനാ ഹത്താ യബ്ദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയാലേ ഞങ്ങൾ തുടങ്ങുള്ളൂ. ഒരു മജ്ലിസിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മഹാൻ ആരാണോ അദ്ദേഹം തുടങ്ങിയിട്ടേ മറ്റൊരാൾ തുടങ്ങാം, അല്ലെങ്കിൽ വീട്ടുകാരൻ തുടങ്ങിയിട്ടേ തുടങ്ങാം. നബിതങ്ങൾ കൈവച്ചാലേ ഞങ്ങൾ കൈവെക്കുള്ളൂ. ഒരു ദിവസം ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു. ഒരു പെൺകുട്ടി എവിടുന്നോ അവിടെ ഉരുണ്ടു വീഴും പോലെ ഇങ്ങോട്ട് വന്നു. ആ ഭക്ഷണത്തിലേക്ക് കൈവെക്കാൻ ശ്രമിച്ചു. നബിതങ്ങൾ ആ പെൺകുട്ടിയുടെ കൈ ഇങ്ങ് പിടിച്ചു. എപ്പോൾ അതാ വേറൊരു ഗ്രാമീണനായ ഒരു മനുഷ്യൻ വരുന്നു. അദ്ദേഹവും ഭക്ഷണത്തിലേക്ക് ഉരുണ്ടു വീഴും പോലെ ഇങ്ങോട്ട് വന്നു. നബിതങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യും അവിടെ പിടിച്ചു. എന്നിട്ട് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്ന ശൈത്താന യസ്തഹില്ലു തആം അല്ലാ യുദ്കറ ഇസ്മുല്ലാഹി അലൈഹി. ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിച്ചാൽ ശൈത്താൻ ആ ഭക്ഷണം അനുവദിച്ചതായി അവന് അനുഭവപ്പെടും. അവൻ ആ ഭക്ഷണം കഴിക്കും. വഇന്നഹു ജാഅ ബിഹാദിഹിൽ ജാരിയ, ഈ പെൺകുട്ടിയെ ഇവിടെ പെട്ടെന്ന് തട്ടിക്കൊണ്ടുവന്നത് ശൈത്താനാണ്. ലിയസ്തഹില്ല ബിഹാ, ആ കുട്ടി അങ്ങ് തുടങ്ങിയാൽ, ബിസ്മി കൂടാതെ തുടങ്ങിയാൽ അവനും അതിൽ നിന്ന് കഴിക്കാലോ, ശൈത്താന് ഭക്ഷണം കിട്ടുമല്ലോ. അവളെ കൈ ഞാൻ പിടിച്ചു. അപ്പോൾ പിന്നെ ഈ അറാബിനെ, വിവരമില്ലാത്ത ഒരു ഗ്രാമീണ മനുഷ്യൻ, അദ്ദേഹത്തെ പെട്ടെന്ന് ശൈത്താൻ ഇവിടെ എത്തിച്ചു. അവൻ മുഖേന ഭക്ഷണം അവന് അനുവദിച്ചു കിട്ടാൻ. അവന്റെ കൈയും ഞാൻ പിടിച്ചു. വല്ലദീ നഫ്സീ ബിയദിഹി, എൻ്റെ ശരീരം ഏതൊരു പടച്ചവന്റെ അധികാരത്തിലാണോ അവനെ തന്നെയാണ് സത്യം. ഇന്ന യദഹു ഫീ യദി മൈ യദിഹാ, ആ ശൈത്താന്റെ കൈ ഇപ്പോൾ എൻ്റെ ഈ കയ്യിൽ, ഇവരുടെ കൈയോടുകൂടി ഉണ്ട് എന്ന് പറഞ്ഞു. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിന്റെ ഹദീസിൽ കാണാം. പിന്നീട് ബിസ്മി ചൊല്ലിയിട്ട് അവിടുന്ന് തുടങ്ങിക്കൊടുത്തു. അപ്പൊ സുഹൃത്തുക്കളെ, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ടത് പറയാനുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്താൽ കുറേ നമുക്ക് നാളെ കുറ്റ്യാടിയിൽ വെച്ച് പറയാമെന്ന് വിചാരിക്കുന്നു. സാധിക്കുന്നവരൊക്കെ ഇൻഷാ അള്ളാഹ് നാളത്തെ മഹബ്ബ പരിപാടിയിൽ വരണം. കുറ്റ്യാടിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വിവരം ഏകദേശം ഒരു 60-65 കൊല്ലത്തോളം അവിടെയുള്ള ജനങ്ങൾ അറിയാത്ത വിധം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു സലാത്ത് പോലും ചൊല്ലാതെ, ഒരു മദ്ഹും പറയാതെ,
ആ നിലക്ക് നിർജീവമായി പോയ ഒരു നാടാണ്. അവിടെ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ടാണ് സിറാജുൽ ഹുദ ആരംഭിക്കാൻ അള്ളാഹു തൗഫീഖ് തന്നു. അന്ന് മുതൽ അൽഹംദുലില്ലാ ഇപ്പോൾ ഗംഭീരമായ മൗലിദ് പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. റബീഉൽ അവ്വൽ 12 നിങ്ങളുടെ നാടുകളിലൊക്കെ ഗംഭീര മൗലിദ് പരിപാടി ഉണ്ടാവും. നമ്മുടെ സ്ഥാപനങ്ങളിലുള്ള ഇത്തരം പരിപാടികൾ മറ്റു ദിവസങ്ങളിലാക്കുന്നത് അതിനൊരു മുടക്കം വരരുത് എന്നതുകൊണ്ടാണ്. നാളെ 12 ആകുന്നില്ലല്ലോ. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ പരിപാടിയിൽ വരണം. പഴയ കാലത്തൊക്കെ പാറക്കടവ്, അതുപോലെ പൊയിലൂര്, കടവത്തൂർ ഭാഗത്തു നിന്നൊക്കെ എല്ലാവരും കുറ്റ്യാടിയിലുള്ള നബിദിന പരിപാടി വിജയിപ്പിക്കാൻ വരാറുണ്ടായിരുന്നു. കുറ്റ്യാടിയിലുള്ള ഹൽക്ക വിജയിപ്പിക്കാൻ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ റോഡും മേലൊക്കെ വലിയ തിരക്കായി പോയി. പണ്ടത്തതുപോലെ ചെറിയ സമയം കൊണ്ട് എത്തൂല, കുറേ ഓടാൻ സമയം പിടിക്കും. അതുകൊണ്ട് പലരും മടിക്കുകയാണ്. പക്ഷേ അതിനനുസരിച്ച് നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കുന്ന കൂലി കൂടുതൽ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ കുറ്റ്യാടിയിൽ നബിദിന യോഗത്തിന് പങ്കെടുക്കുമ്പോൾ, മഹബ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ, പാറക്കടവ് പങ്കെടുക്കുന്ന പോലെയല്ല, നാദാപുരം പങ്കെടുക്കുന്ന പോലെയല്ല, പേരോട് പങ്കെടുക്കുന്ന പോലെയല്ല. അതിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ സുന്നത്ത് ജമാഅത്തിനെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ ഇവിടെ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. നമ്മൾ പുറം നാടുകളിൽ നിന്ന് സുന്നികളൊക്കെ ഇങ്ങനെ വരുമ്പോഴാണ് അവിടെയുള്ള ആളുകൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് ആവേശം ഉണ്ടാകുക. അവർക്ക് ആവേശമുണ്ടാകുമ്പോഴാണ് അവർക്ക് സ്വന്തം ഞങ്ങൾക്ക് തന്നെ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കാമെന്ന ധാരണ ഉണ്ടാകുക. ഇന്നലെ ഞാൻ ഇവിടുന്ന് വയല് കഴിഞ്ഞ് സമയം വളരെ വൈകിട്ടുണ്ട്, നല്ല ക്ഷീണമുണ്ട്, എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയില്ല. പക്ഷേ കുറ്റ്യാടിക്കടുത്ത് ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇന്നലെ വൈകുന്നേരം മൗലിദാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇവിടുന്ന് വയല് കഴിഞ്ഞിട്ട് നേരെ ഞാൻ കുറ്റ്യാടി പാലവും കടന്ന് അപ്പുറത്ത് പിന്നെയും 2 കിലോമീറ്റർ ഓടിയിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മൗലിദ് പരിപാടിയുടെ പങ്കെടുക്കാൻ പോയി. എല്ലാവരും പിരിഞ്ഞു പോയിട്ടുണ്ട്, കുറച്ച് മുതല്ലിമീങ്ങളെ ഉള്ളൂ. ഞാൻ അവിടുന്ന് ഫാത്തിഹ ദുആ ചെയ്ത് കൊടുത്തുകൊണ്ട് മടങ്ങി വന്നു. എന്തിനാണത്? അവിടെയുള്ള ചെറുപ്പക്കാർക്ക് സുന്നത്ത് ജമാഅത്തിൽ ഉറപ്പുണ്ടാകണം, അവർ മൗലിദ് ഓതുന്നവരാകണം, അതിനവർക്ക് പ്രചോദനം നൽകണം. അതിനുവേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ആളുകൾ നാളെ മഹബ്ബ പരിപാടിയിൽ എത്തിച്ചേരണമെന്ന് ഇവിടെയുള്ളവരോടും, ഇപ്പോൾ ഈ പ്രസംഗം പലരും ഓൺലൈനിൽ കേൾക്കുന്നവരുണ്ടാകും, അവരോട് ഞാൻ പറയാണ്, കുറ്റ്യാടിയിൽ വന്ന് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനത്തിൽ പങ്കുചേരുന്നത് അതൊരു വലിയ ജിഹാദാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു അമലാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. അൽഹംദുലില്ലാ കുറ്റ്യാടിയിൽ അങ്ങനെ ഒരു നീയത്തോടുകൂടി സുന്നത്ത് ജമാഅത്ത് സ്ഥാപിക്കുക എന്ന നീയത്തോടുകൂടി ആരംഭിച്ച സിറാജുൽ ഹുദ അത് വികസിച്ചിട്ടാണ് ഇന്ന് പാറക്കടവിൽ കാണുന്ന ഈ വലിയ വലിയ പടുകൂറ്റൻ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായത്, നാദാപുരത്തുള്ള കെട്ടിടങ്ങളുണ്ടായത്, ഇതിൻ്റെ പരിസരങ്ങളിലുള്ള ഒരുപാട് പള്ളികളുണ്ടായത്, മദ്രസകളുണ്ടായത്, അതുപോലെ പേരാമ്പ്രയിലും മേപ്പയ്യൂരിലും അതിൻ്റെ പരിസരങ്ങളിലുമൊക്കെ ധാരാളം പള്ളികളും മദ്രസകളും, 100-ലധികം പള്ളികൾ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടുണ്ടായത് സിറാജുൽ ഹുദയുടെ ബർക്കത്താണ്. അതൊരു സാധാരണ സ്ഥാപനമല്ല. എനിക്ക് വളരെയേറെ പ്രയാസമുള്ളൊരു വിഷയം വന്നപ്പോൾ ഞാൻ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയാക്കിയിട്ടുണ്ട്, അടുത്ത് നേർച്ചയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിക്ർ ഹൽക്കയിൽ ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ഹൽക്കയിലെ ഭക്ഷണം ഞാൻ കൊടുക്കണം എന്നുദ്ദേശിച്ചതാണ്, ഞാൻ നേർച്ച ചെയ്തതാണ്. അത് അടുത്ത ഹൽക്കയിലും വാങ്ങണമെന്ന് ഞാൻ അന്ന് പറഞ്ഞു വെച്ചിരുന്നു. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്ഥാപനത്തിലേക്ക് നേർ ചെയ്യുന്നവർക്കും സദഖ ചെയ്യുന്നവർക്കും ഒക്കെ ഒരുപാട് അത്ഭുതകരമായ ഫലങ്ങൾ കൊടുത്തത് ദിനേന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനും എനിക്ക് പ്രയാസം വരുമ്പോൾ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയാക്കുന്നത്. അങ്ങനെ അതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായ എത്രയോ ആളുകൾ ഇവിടെ എല്ലാം ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്ഥാപനം ഇനിയും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് അള്ളാഹു എത്തിച്ചു തരുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു തആല സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അർഹമുർ റഹീമിനായ റബ്ബേ, ഞങ്ങളെ ഈ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള, നീ പൊരുത്തപ്പെട്ട മജ്ലിസായി ഖബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങളെല്ലാവരെയും നീ സാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനേ. ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ഔലിയാക്കളിൽ വലിയ പ്രമുഖയായ പെണ്ണാണ് റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ. സാമ്പത്തികമായി ഒരു ശേഷിയുമില്ലാത്ത കുടുംബത്തിൽ ജനിച്ച മഹദിയാണ്. മഹദി അവറുകളെ പ്രസവിച്ചപ്പോൾ 4ാമത്തെ പെണ്ണാണ്. അതുകൊണ്ടാണ് റാബിഅ, 4ാമത്തവൾ എന്നർത്ഥം വരുന്ന പേര് വിളിച്ചത്. അങ്ങനെ ആ റാബിയ റളിയല്ലാഹു അൻഹ ജനിച്ചപ്പോൾ വീട്ടിൽ ഒരു തിരിവിളക്ക് കത്തിക്കാനുള്ള എണ്ണ പോലുമില്ലാത്തതിനാൽ ഭാര്യ പറഞ്ഞു, നിങ്ങൾ അപ്പുറത്തെ വീട്ടിൽ പോയി കുറച്ച് എണ്ണ വാങ്ങാനുള്ള ക്യാഷ് നിങ്ങൾ കടം വാങ്ങിയിട്ടെങ്കിലും കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കൊണ്ടുവരണം
എന്ന് പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ അവിടുന്ന് ഇറങ്ങി. പക്ഷേ ആ വീട്ടിൻ്റെ ഗേറ്റിങ്കൽ ചെന്ന് ഗേറ്റും പിടിച്ചവിടെ നിന്നു. കാരണം ജീവിതത്തിൽ ആരോടും ഒന്നും ചോദിക്കുകയില്ല എന്ന് നേരത്തെ സത്യം ചെയ്ത അല്ലെങ്കിൽ കരാറ് നടത്തിയ ആളാണ് മഹാൻ. വീട്ടിൽ നിന്ന് പോയി ഇങ്ങനെ അവിടെ നിന്നു, ഒന്നും ചോദിക്കാനൊന്നും തോന്നിയില്ല. അങ്ങനെ തന്നെ തിരിച്ചിങ്ങോട്ട് വന്ന് വാതിൽ തുറന്ന് അപ്പോൾ അതാ ഈ റാബിയ റളിയല്ലാഹു അൻഹയുടെ ഉമ്മ ചോദിച്ചു, സാധനം വല്ലതും കിട്ടിയോ? മഹാനവറുകൾ പറഞ്ഞു, ആ ഒരു വാതിൽ ഗേറ്റ് തുറന്നിട്ടില്ല. ശരിയാണല്ലോ, ഗേറ്റ് തുറന്നിട്ടില്ലല്ലോ. അപ്പോൾ ആ സ്ത്രീ അങ്ങ് കരഞ്ഞുപോയി. ആ മഹാൻ ഇരുന്നിങ്ങനെ ചിന്തിച്ചു, കാലിൻ്റെ മുട്ടിൻ്റെ മേലെ വെച്ചിങ്ങനെ ഇരുന്ന് ചിന്തിച്ചു. അപ്പോൾ ഒന്ന് ഉറങ്ങിപ്പോയി. ഉറക്കം തൂക്കി. ഉറക്കിൽ കണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. നബി തങ്ങൾ പറഞ്ഞു, ലാ തഖ്തമ്മ ബിഹുസൂലി ഹാദിഹിൽ ബിന്തി ലക്, ഈ പെൺകുട്ടി ജനിച്ചതിൽ നിങ്ങൾ ദുഃഖിക്കണ്ട. ഫൈന്നഹു സയകൂന 70,000 മിൻ ഉമ്മത്തി ഫീ ഹിമായതിഹാ വ ശഫാഅതിഹാ, 70,000-ഓളം ആളുകൾ ആ പെൺകുട്ടിയുടെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുന്ന വിധത്തിലുള്ള മഹദിയാണത്. എന്നിട്ട് പറഞ്ഞു, ഇദ്ഹബ് ഗദൻ ഇലാ ഈസ ഇബ്നു സാദാൻ ഹാകിമുൽ ബസറ, ബസറയിലെ ഭരണാധികാരിയായ ഈസ ഇബ്നു സാദാനിനെ നിങ്ങൾ നാളെ രാവിലെ പോയി കാണണം. അദ്ദേഹത്തിന് ഒരു കത്ത് കൊടുക്കണം. ആ കത്തിൽ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? അദ്ദേഹത്തോട് പറയണം, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ലക്, നബി തങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട്, ഇന്നക തുസല്ലി അലയ്യ ഫീ കുല്ലി ലൈലത്തിൻ 100 മറ, എല്ലാ ദിവസവും 100 സലാത്ത് ചൊല്ലുന്ന ഭരണാധികാരിയാണ് നിങ്ങൾ. സുഹൃത്തുക്കളെ, എത്ര തിരക്കുണ്ടെങ്കിലും, ഏത് ജോലിയുണ്ടെങ്കിലും, ഏത് ബിസിനസ് ഉണ്ടെങ്കിലും, ഏത് അധികാരമുണ്ടെങ്കിലും ഒരു 100 സലാത്തെങ്കിലും ദിനേന ചൊല്ലാൻ നമ്മളും ശ്രമിക്കണം. 100 സലാത്ത് നിങ്ങൾ എൻ്റെ പേരിൽ ചൊല്ലാറുണ്ട്. വഫീ ലൈലത്തിൽ ജുമുഅത്തി 400 മറ, അതേ സമയത്ത് നിങ്ങൾ വെള്ളിയാഴ്ച രാവിൽ നിങ്ങൾ 400 സലാത്ത് ചൊല്ലാറുണ്ട്. ഫനസീതൽ ബാരിഹ, ഇന്നലെ നിങ്ങൾ സലാത്ത് ചൊല്ലാൻ മറന്നുപോയിട്ടുണ്ട്. നിങ്ങൾ അദ്ദേഹത്തോട് പറയണം, വകഫാറതുഹു, അത് പൊറുപ്പിക്കാനുള്ള വഴി, ആ സലാത്ത് വിട്ടുപോയതിനുള്ള പ്രായശ്ചിത്തം, അൻയുതിയക 400 ദീനാർ, നിങ്ങൾക്ക് 400 സ്വർണ്ണ നാണയം നൽകലാണ് ആ സലാത്ത് നഷ്ടപ്പെട്ടതിനുള്ള പ്രായശ്ചിത്തം എന്ന് നിങ്ങൾ പറയണം. ഇത് ഉറക്കിൽ കേട്ട് ഉണർന്ന അബൂ റാബിഅ റളിയല്ലാഹു അൻഹു അതാ കരഞ്ഞുപോയി. നബി തങ്ങളുടെ ഈ മെസ്സേജ് കൊടുക്കാൻ വേണ്ടി എഴുതി കടലാസിലാക്കിയിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഈസ ഇബ്നു സാദാൻ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കാവൽക്കാർ പാറാവുകാരുടെ കയ്യിൽ കത്ത് കൊടുത്തു. അദ്ദേഹം കത്ത് കൊടുത്തിട്ട് അവിടെ മാറി നിന്നു. അപ്പോൾ അതാ ആ കത്തിലുള്ള വിവരം ഈസ ഇബ്നു സാദാൻ എന്ന ഭരണാധികാരി കണ്ടപ്പോൾ അദ്ദേഹം ഉടനെ 2000 ദീനാർ എടുത്തു. എന്നിട്ട് സാധുക്കൾക്ക് മുഴുവനും വിതരണം ചെയ്തു. എന്തിനാണ്? ശുക്റൻ ലില്ലാഹി തആല അലാ അന്നഹു ദക്കറഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസത്തെ സലാത്ത് മറന്നുപോയപ്പോൾ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ട് മറന്ന വിവരം അറിയിക്കുകയും അതിനുള്ള പ്രായശ്ചിത്തം അറിയിക്കുകയും ചെയ്തതിലുള്ള ശുക്റായി 2000 ദീനാർ എടുത്ത് അദ്ദേഹം പുറത്തു സദഖ ചെയ്തു. ഇദ്ദേഹത്തിന് 400 ദീനാർ സ്വന്തം തന്നെ എടുത്തുകൊണ്ടുവന്ന് കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അതേ വഖാൽ, അദ്ദേഹം ആ സമയത്ത് പറഞ്ഞു, വഹുവ ഖാസിദു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈനാ, അദ്ദേഹം അല്ലാഹുവിൻ്റെ റസൂൽ അയച്ച ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച ആളാണ്. ഫയജിബു അലൈനാ തൗഖീറുഹു വ ഇക്റാമുഹു, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ബഹുമാനിക്കലും ആദരിക്കലും നമുക്ക് നിർബന്ധമാണ്, നമുക്കത് വുജൂബാണ്. അത് നബി തങ്ങൾ അയച്ച ആളാണ്.
എന്നിട്ട് അദ്ദേഹത്തോട് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടാകുമ്പോഴും എന്നെ വന്ന് സമീപിക്കണം, ഞാനത് നിർവഹിച്ചു തരും എന്ന് പറഞ്ഞു. ആ സ്വർണ്ണ നാണയവും വാങ്ങി ബഹുമാനപ്പെട്ട റാബിയ റളിയല്ലാഹു അൻഹയുടെ പിതാവ് തിരിച്ചു വന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. സുഹൃത്തുക്കളെ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക, ധർമ്മം ധാരാളമായി ധർമ്മം ചെയ്യുക. ഹബീബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതിയാണത്. അതുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും സഹായങ്ങൾ നൽകണം. നല്ല കാര്യത്തിന് എത്ര കൊടുത്താലും മതിയാവുകയില്ല. അതാണ് നമുക്ക് സമ്പാദ്യമായിട്ടുള്ളത്. ഇവിടെയുള്ളതൊക്കെ ഇങ്ങനെ അടിച്ച് പൊളിച്ചങ്ങ് തീർന്നു പോകും. തീരാത്തത് ആഖിറത്തിന് വേണ്ടി നൽകുന്ന സംഭാവനകളാണ്, സഹായങ്ങളാണ്. ആ ഒരു ബോധം നമ്മുടെ ഖൽബിൽ വേണം. നമ്മുടെ വീടുകളിലെല്ലാം ചുരുങ്ങിയ വിധത്തിലെങ്കിലും മൗലിദോദണം. മൗലിദോദാൻ കുറേ ആള് വേണമെന്നില്ല. സ്ത്രീകൾ അവർക്ക് വേണമെങ്കിൽ ആരും പുറത്ത് കേൾക്കാത്ത വിധം അവരെ വീട്ടിലിരുന്നിട്ട് മങ്കൂസ് മൗലിദ് ഒറ്റക്കിരുന്ന് ഇങ്ങനെ ഓതാം. അവര് മകളും ഉമ്മയും ഒക്കെ ഇരുന്നിട്ട് ഓതുന്നതിനും കുഴപ്പമില്ല. പക്ഷേ നിങ്ങളാരും സ്ത്രീകൾ മൗലിദ് ഓതണമെന്ന് ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആണുങ്ങൾ ചൊല്ലുന്നത് പോലെ ശബ്ദത്തിൽ മൗലിദ് ഓതാൻ പാടില്ല. അശ്റഖ ഉറക്കെ ചൊല്ലാൻ പാടില്ല. അത് നമ്മുടെ ഒരു ചിഹ്നം വെളിവാകുന്ന പരിപാടിയാണ്. അത് സ്ത്രീകൾ നിർവഹിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പഴയകാല ആലിമ്യങ്ങളൊന്നും അതിന് സ്ത്രീകൾക്ക് പ്രചോദനം നൽകാതിരുന്നത്. അതേ സമയത്ത് അവർക്ക് മൗലിദ് കിതാബ് കയ്യിൽ പിടിക്കാനും അതുപോലെ ഓതാനുമൊക്കെ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അവർക്ക് ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ മൗലിദ് ഓതിയാൽ തന്നെ റസൂൽ സല്ലല്ലാഹു തങ്ങളുടെ മൗലിദ് ഓതി എന്ന ബഹുമാനം അവർക്ക് ലഭിക്കും. മൗലിദ് കേട്ടാലും കുഴപ്പമില്ല, അതും അവർക്ക് പുണ്യമാണ്. നബി തങ്ങളുടെ മദ്ഹ് കേൾക്കുന്നത് പുണ്യമാണ്. സലാത്ത് ധാരാളം അവർക്ക് ചൊല്ലാൻ സാധിക്കും. അതവർ ചൊല്ലണം എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. അങ്ങനെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി മാനസികമായി അടുക്കാൻ, ആത്മീയമായി അടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് അവിടുന്ന് നിർബന്ധമാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തണം. അതോടുകൂടെ സുന്നത്തുകൾ ജീവിതത്തിൽ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവരണം. ഹഫ്ള് അലാ സുനനിൻ വആദാബിൻ അതത് മൗസൂറതൻ അൻ ഖൈരി മൻ ജാ മുർസല. നബിതങ്ങൾ കൊണ്ടുവന്ന സുന്നത്തുകൾ, നബിതങ്ങൾ പഠിപ്പിച്ച മര്യാദകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ ശ്രമിക്കണം. അല്ലാഹു ഈ പാവപ്പെട്ട എനിക്കും നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ.